ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് ഇന്ന് മോർണിംഗ്. നമുക്ക് മോർണിംഗ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് വിംബിൾ അക്കാദമിയിലെ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് ആയ നമ്മുടെ നിസാവ് സാറാണ്. സാറായിരുന്നു നമ്മുടെ മോർണിംഗ് സർക്കിളിലെ ഫസ്റ്റ് ഡേയിൽ ക്ലാസ്സിൽ എത്തിയിരുന്നത്. അതിനുശേഷം സാർ ഇന്നാണ് വരുന്നത്. സാറിന് ഓരോ തിരക്കുകൾ കാരണം അപ്പൊ എന്തായാലും സാറിന് ഇൻവൈറ്റ് ചെയ്യാണ്. നിസാവ് സാർ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്. എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണേ. ഗുഡ് വൺ മോർണിംഗ്. സെക്കൻഡ്. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് വിശേഷങ്ങൾ? മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാണ്. കണ്ണിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. ഞാൻ സജന മാം പറഞ്ഞതുപോലെ ഉദ്ഘാടനം കഴിഞ്ഞ് പോയതാണ്. പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ റെക്കോർഡുകളൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഈ ഒരു സമയമാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം. കാരണം എനിക്ക് ബസ് വരും. ഇവിടുത്തെ 4 മണി കഴിഞ്ഞു. 4:30 4:45 എനിക്ക് ബസ് വരും. അപ്പോൾ ഈ ഒരു ക്ലാസ് ലൈവായിട്ട് ജോയിൻ ചെയ്യാനോ അതൊക്കെ യാത്രയിലായിരിക്കും. നമുക്ക് ഡ്യൂട്ടി കറക്റ്റ് സമയത്ത് അവിടെ എത്തേണ്ടത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ലീവുള്ള ദിവസം നമുക്ക് ഒന്ന് ഉറങ്ങുക എന്നുള്ളത് മറ്റൊരു ആഗ്രഹമാണല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടാവുക. അപ്പം അങ്ങനെ അതിലും പോവും. ഏതായാലും പിന്നെ കുറേ ആളുകൾ പറഞ്ഞത് കൊണ്ടും എന്നെ നിർബന്ധിച്ച് ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലാസ് എടുക്കണം, നിങ്ങളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ചെറിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് ഡിസ്കഷനിൽ വെക്കാം. അപ്പോൾ മെയിനായിട്ടൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഹൗ ടു ലേൺ ടു ലവ് ആൻഡ് കണക്ഷൻ. ഞാനൊരു പ്രണയത്തെക്കുറിച്ചോ ഒരു സ്നേഹത്തെക്കുറിച്ചിട്ടോ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ വന്നതൊന്നുമല്ല. നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അതായത് നമ്മൾ കുടുംബജീവിതം തന്നെ. എനിക്കിപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരുപാട് കേസുകൾ റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്. ഇന്നലെ സജ്ജന മാം എന്നോട് ചോദിച്ച സമയത്ത് എന്താണ് ടോപ്പിക്ക്, ഞാൻ വേഗം വായിൽ നിന്ന് കിട്ടിയൊരു വാക്കാണ് ഈ ഒരു ടോപ്പിക്. അപ്പോൾ ഞാനത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഓരോ ചിന്തകൾ വരും. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീർക്കാൻ നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കണം. നമുക്കൊരു ഉപഗ്രഹം പോലെ അവരുടെ മുമ്പിൽ നമ്മൾ തിരിഞ്ഞു കൊടുക്കണം. അതേപോലെ സമയാസമയത്ത് അവർക്ക് വാലിഡേഷൻ കൊടുക്കണം. അവരായിരിക്കണം നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യഥാർത്ഥ റിലേഷൻഷിപ്പാണ്. നമ്മൾ കുടുംബജീവിതത്തിൽ എന്നും ഭാര്യയെ പറഞ്ഞതനുസരിച്ച് കേൾക്കുക, അല്ലെ ഭാര്യ വിചാരിക്കുകയാണ് അയാൾ അടിമ പോലെ എനിക്ക് എന്നും ജീവിക്കണം, ഞാൻ എന്തിനാണ് ഇയാൾ പറയുന്നത് പോലെ എന്നും കേൾക്കുന്നത്. അതേപോലെ എൻ്റെ ആഗ്രഹങ്ങളും ഇമോഷൻസും ഒന്നും എവിടെയും അംഗീകരിക്കപ്പെടാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ നമ്മളൊക്കെ സാധാരണ ഒരു കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. പക്ഷേങ്കിൽ ഇത് ഒരു യഥാർത്ഥ റിലേഷൻഷിപ്പ് ആണോ? അല്ലേ? ഇവിടെ യഥാർത്ഥം നടക്കുന്നത് ഇമോഷണൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതാണ്. അയാളെ നമ്മുടെ ഒരു വിവാഹം കഴിഞ്ഞു. കുറഞ്ഞ കാലത്തിന് ശേഷം അയാളുടെ ജീവിതത്തിലേക്ക് രണ്ടുപേരും കടക്കുന്ന സമയത്ത് രണ്ടാൾക്കും റെസ്പോൺസിബിലിറ്റി, അതിൽ ഒരാൾ മാത്രമാണ് കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. ഇനി പുരുഷനാണെങ്കിൽ കുടുംബജീവിതത്തിൽ ഏകദേശം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് തൻ്റെ പാർട്ട്ണറുടെ യഥാർത്ഥ ഇമോഷൻസിനൊന്ന് മനസ്സിലാക്കാനോ, അയാൾക്ക് യഥാർത്ഥത്തിൽ രണ്ടുപേരും രണ്ട് ലൊക്കാലിറ്റിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വന്ന സമയത്ത് യഥാർത്ഥത്തിൽ തൻ്റെ കൂടെയുള്ള ഒരു ജീവിതം ഹാപ്പി ആണോ എന്ന് പോലും രണ്ടുപേരും ആലോചിക്കാറില്ല. ഒരു പുരുഷനെ കുറിച്ച് ഒരു പെണ്ണ് മനസ്സിലാക്കാനോ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പുരുഷന് ഓവറോൾ ഒരു 20% ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു കാലഘട്ടം ബാക്കി നിൽക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് ഒക്കെ സാധാരണ ഈ FOL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് സാധാരണമായി നമ്മൾ ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നത്. ഫാമിലി ഓഫ് ഒറിജിൻ ലേണിംഗ്. കാരണം ഈ ഒരു ലവ് പാറ്റേൺസ്, ഈ ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിപ്പം കൊണ്ട് നടക്കുന്ന ആ ഒരു ടേം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? കുടുംബത്തിൽ നിന്ന് നമ്മൾ കുടുംബ ജീവിതത്തിൽ നമ്മൾ കുട്ടിക്കാലത്ത് നിന്ന് ജീവിച്ചിട്ടുള്ള ആ സമയത്ത് നമ്മൾ കണ്ടുപഠിച്ചിട്ടുള്ള ഓരോ ബിഹേവിയറാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പതിയെ പതിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരാളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഒരു ആശയവിനിമയം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടത്, ഒരു വികാര പ്രകടനം എങ്ങനെയാണ് നടത്തുന്നത്, നമ്മൾ എവിടുന്നാണ് പഠിക്കുന്നത്.
നമ്മുടെ പാരന്റിൽ നിന്ന് അവർ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളോട് ഏത് രീതിയിലാണ് ആ ഒരു സ്നേഹം അവർ കാണിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മളോടൊരു കമ്മ്യൂണിക്കേഷൻ അവർ നടത്തിയിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം ഇന്നത്തെ ഒരു കാലത്ത് മുന്നോട്ട് പോകുന്നത്. ആരെങ്കിലും വിചാരിച്ചിട്ടോ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ പാരന്റും പറഞ്ഞതുപോലെയാണ്, അവർ കാണിച്ച സ്നേഹമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഈ ഒരു ഫൈനൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഓരോ ചിന്തകളും നിങ്ങളുടെ ഓരോ പ്രവർത്തനം നിങ്ങൾ വരണം, എൻ്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ തന്നെ മെസ്സേജ്, ഐ ലേൺഡ് അബൌട്ട് ലവ്. ഞാൻ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചത് എവിടെ നിന്നാണ്? അതായത് നമ്മൾ വളരുന്ന സമയത്ത് സ്നേഹം നമുക്ക് പലരും വാക്കുകളിലൂടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു വാക്കുകളുടെ സ്നേഹം നമുക്ക് ഒരിക്കലും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് പാലിക്കാനോ ഫോളോ അപ്പ് ചെയ്യാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് സ്നേഹം കിട്ടിയത് ബിഹേവിയറിലൂടെയാണ്. ഒരാളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ലേണിംഗ് ബിഹേവിയർ ആണ്. മറ്റുള്ള ആളുകളിൽ നിന്നും പഠിക്കുന്നതും കണ്ട് പഠിക്കുന്നതും മറ്റുള്ള ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും. മറ്റൊന്ന് ഒബ്സർവേഷൻ ആണ്. മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ രീതിയിൽ താഴെ നമുക്ക് കുറച്ച് പോയിന്റുകൾ പറയാം. ഏതൊക്കെ രീതിയിലാണ് സ്നേഹം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ഇപ്പം നിലവിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കെയർ ആൻഡ് സപ്പോർട്ട്. ഇവിടെ ഇപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കെയർ ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം എനിക്കൊരു അസുഖം വന്ന സമയത്ത് എന്നെ സഹായിച്ചത് ആരായിരുന്നു? എൻ്റെ സപ്പോർട്ട് ആരായിരുന്നു? എനിക്ക് എല്ലാവിധ എൻ്റെ ഇമോഷൻസും മനസ്സിലാക്കിയത് ആ സമയത്ത് ആരായിരുന്നു? ചിലപ്പോൾ കുട്ടിക്കാലത്ത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ പരിഗണിച്ചിട്ടുള്ളത് പാരൻ്റ് ആയിരുന്നു. കാരണം ഇവിടെ നിന്ന് നമ്മൾ സാധാരണയായിട്ട് ഒന്ന് മനസ്സിലാക്കുന്നത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യത്തിലും പാരന്റ് ചെയ്ത് തന്നിട്ടുള്ള സ്നേഹം കിട്ടുന്ന സ്നേഹം കിട്ടി, ഉപദേശം കിട്ടാത്ത ഉപദേശം കിട്ടി, പഠിപ്പിക്കേണ്ട സമയത്ത് അവർ പഠിപ്പിച്ചു. പക്ഷെ ഇവിടെ നമ്മളൊരു വ്യക്തി എന്ന നില അവിടെ ഒരു ബിഹേവിയർ പഠിക്കുന്നത്, സ്നേഹം എന്ന് പറഞ്ഞത് തമ്മിൽ നിന്നും കൂടെ കിട്ടുന്നത്, മറ്റുള്ള ആളുകൾ പറഞ്ഞു തരുന്നതാണ്, പ്രകടിപ്പിച്ചു തരുന്നതാണ് എന്നുള്ളതാണ്. അതേ സമയത്ത് ഈ ഒരു പാറ്റേൺ ഈ ഒരു അഡൽട്ട് ഇമ്പാക്റ്റിലേക്ക് വരുന്ന സമയത്ത്, ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ നൽകുന്ന ഈ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ അയാളെ സ്വയമായിട്ട് എന്താ ചിന്താഗതിയിൽ വരിക? ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ള സാഹചര്യങ്ങൾ എനിക്ക് എപ്പോഴും എന്താണ് ഒരു സേഫ്റ്റിയായി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്നേഹം എന്ന് പറയുന്നത്. നല്ല ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടായ ഒരാൾ കുട്ടിക്കാലത്ത് അയാളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, ആ ഒരു പാറ്റേണിൽ തന്നെ പോകും. അതേ സമയത്ത് അടുത്തൊരു പാർട്ടാണ് ഡിസിപ്ലിൻ ആൻഡ് റൂൾസ്. കാരണം വളരെയധികം കർശനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിക്കാലം. ഇന്ന രീതിയിൽ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് സഞ്ചരിക്കാൻ പാടില്ല, ഇന്നതേ ചെയ്യാൻ പറ്റൂ, ഇന്നതേ പഠിക്കാൻ പറ്റൂ എന്നുള്ള നിയന്ത്രണവും തിരുത്തലുമായിട്ടുള്ള ഒരു ജീവിത വഴിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് നമ്മുടെ കുട്ടിക്കാലം വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ, അവിടെ പിന്നെ ഈ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലവ് എന്നത് ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൽ പോകുന്നത്. കാരണം എൻ്റെ പാരന്റ് പറയുന്നു ഇന്നത് മാത്രം ചെയ്താൽ മതി, അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ശരി എന്നുള്ളത്. മറ്റൊരു ഭാഗം നോക്കുകയാണ്, ഇന്ന ഭാഗത്തൂടെ പോകാൻ പാടില്ല, എന്നെ കുട്ടികളോടും അല്ല എന്നെ ആളോട് കൂട്ടുകൂടാൻ പാടില്ല. അപ്പോൾ അവർ തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്നെ തിരിച്ചറിവിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് അവർ ലൈഫിലേക്ക് ഉണ്ടാവുക. അതേ സമയത്ത് അടുത്തൊന്നാണ് സാക്രിഫൈസ് ആൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പിന്നെ നമുക്ക് വളരെയധികം ഒരു തടസ്സവും വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്ന രീതിയിലാണ്. സ്വന്തം പാരന്റ് സ്വന്തം മക്കളെയും ഭാര്യങ്ങളും ഒക്കെ നോക്കാതെ കുടുംബത്തിന് വേണ്ടി സാമ്പത്തികമായിട്ട് ഒരു മാത്രം ശ്രദ്ധിക്കുന്ന രീതിയിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അയാളുടെ ജീവിതം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രവാസികൾ തന്നെ, നമ്മുടെ നാട്ടിലെപ്പോഴും പ്രവാസികൾക്കാണ് അത് കൊടുക്കാറുള്ളത്. അയാളുടെ ജീവിതം മൊത്തം കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെ നയിക്കുന്ന ഒരു പാറ്റേൺ. പക്ഷേ ഈ പാറ്റേൺ മുന്നോട്ട് കൊണ്ടുപോയി അയാൾക്ക് പോലും ജീവിതത്തിൽ 5 നിമിഷം പോലും അയാളുടെ ജീവിതത്തിൽ മാറ്റി വെക്കാൻ അയാൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വന്തം ആവശ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവർക്ക് ജീവിതം നൽകുന്ന ഈ ഒരു പാറ്റേണിലൂടെ കണ്ട് വളർന്നിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാവുക? സ്നേഹം എന്നത് മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കാനാണ്, സ്വയം പ്രയോറിറ്റി വരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത്.
അതേ സമയത്ത് ഇന്നത്തെ ഒരു യുഗത്തിലേക്ക് അഡൽട്ട് ഇമ്പാക്റ്റിലേക്ക് വരുന്ന സമയത്ത്, അതായത് ബന്ധങ്ങൾ, റിലേഷൻ, ഒരു കല്യാണം കഴിഞ്ഞ ഒരു 10 ജനറേഷനൊക്കെ സമയത്ത് ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി ഒന്നാവില്ല. എൻ്റെ ആവശ്യമുള്ളത് പോയ കാര്യങ്ങൾ നടക്കും. എനിക്കിപ്പോൾ പെൺകുട്ടി വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ പുറത്ത് പോകണമെന്ന് വെച്ചാൽ പുറത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങൾ വേണമെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന ആവശ്യങ്ങൾ വേണം. അതല്ല എനിക്ക് ഈ വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല വളർന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു മെത്തേഡായിരിക്കും ഈ ഇങ്ങനെ സാക്രിഫൈസ് ആൻഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ മേഖലയിൽ വന്നിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതിൽ നിന്നും ഒരു ഏറ്റവും പ്രധാനമായിട്ട് വ്യത്യസ്തമായിട്ടുള്ളതാണ് സൈലൻസ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ഇവിടെ ആയിരിക്കും പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക. കാരണം ചില ആളുകൾ, അതായത് ഒരു കുട്ടി അച്ഛനും അമ്മയും നിരന്തരമായിട്ട് വഴക്കിടുകയാണ്. അപ്പോൾ അവിടെ ഈ ഭാര്യയുമായിട്ട് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ സൈലന്റ് ആയിരിക്കുകയാണ്, ഒന്നിനും എവിടെയും പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ അയാളോട് പിന്നെ കുട്ടിയുടെ അമ്മ നിരന്തരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു, അപ്പം അയാൾ തലയും താഴ്ത്തി നിൽക്കുകയാണ്. ഇത് കണ്ടുവരുന്ന ഒരു കുട്ടി ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പറയാണ്ട് അയാൾ പെൺകോന്തനാണ്, അവൾ പെൺകുട്ടിയുടെ അവരെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചു പോകുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ? കല്യാണത്തിന് ശേഷം അങ്ങനെ ആവുന്നതാണോ? അല്ല. അയാളെ കുട്ടിക്കാലത്തിൽ അയാൾ എന്താണ് കണ്ടുവരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാളുടെ ജീവിതത്തിൽ പോകുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഒരു ലെയർലി ഇമ്പാക്റ്റ് വരുന്നത് സ്നേഹം. അവർ മനസ്സിലാക്കുന്നത് എന്താണ്? എങ്ങനത്തെ ആളുകൾ സ്നേഹം നിശബ്ദമാണ്, വികാരങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതേ സമയത്ത് അഡൽട്ട് ഇമ്പാക്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇങ്ങനത്തെ വരുന്ന ആളുകൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആവശ്യങ്ങൾ ഒരാളോട് പറയാനോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ തൻ്റെ പാർട്ട്ണറെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഇങ്ങനത്തെ ആളുകൾ കഴിയാറില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ നിരന്തരമായിട്ട് ഫാമിലിയിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇയാളുടെ വീട്ടുകാർ തന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു. അപ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത്? തനിക്ക് തൻ്റെ പാരന്റിൽ നിന്നും കുടുംബത്തിൽ സപ്പോർട്ട് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് എന്താണ് സ്വന്തം പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതി. ഇതൊക്കെ ഈ ഒരു ഗണത്തിൽ പെടും. കാരണം ഇതും വളർന്നു വന്നത് എന്താണ്, കുട്ടിക്കാലത്ത് നിന്ന് അവരനുഭവിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വളർന്നിട്ട് എനിക്ക് സ്നേഹം ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ അറിയും. പിന്നെ ചില ആളുകളുണ്ട്, അയാൾ ഭയങ്കര കർക്കശക്കാരനാണ്, സ്നേഹമൊന്നും കാണിക്കാൻ അയാൾക്ക് അറിയില്ല, അയാളങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? അയാൾക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. സ്വന്തം മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാത്തത് അങ്ങനെ. ഭാര്യയോട് തന്നെ സ്വന്തം കാര്യങ്ങൾ പ്രകടിപ്പിക്കാനോ ഒരു ചായ വേണം പോലും ചില ആളുകൾ പറയാറില്ല. എല്ലാം നമ്മൾ കറക്റ്റ് സമയത്ത് കൊണ്ടു കൊടുക്കുക എന്നല്ലാണ്ട് അയാൾ കുടിച്ച് എഴുന്നേറ്റ് പോകും. ഇന്ന ആവശ്യമുണ്ട് പോലും അയാൾ ഒരിക്കലും പാടില്ല. പക്ഷെ ഇങ്ങനത്തെ ആളുകൾക്ക് ഇപ്പൊ ഒരു ഇന്റേണൽ ആയിട്ട് ഒരു ഇമോഷൻ എന്താണ്, ഞാൻ കാരണം ഒരാൾ ബുദ്ധിമുട്ടാൻ പാടില്ല. ഈ ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി എന്താണ്, ആളുകളെ പൂർണ്ണമായിട്ടും മറ്റൊരു ഇമോഷൻ ഇമ്പാക്റ്റിലേക്ക് വരുത്താനുള്ള സാധ്യത. അത് ഫാമിലി കോൺഫ്ലിക്റ്റുകൾ സാധാരണയായിട്ട് കൂടുതലുണ്ടാവും. ഇനി മറ്റൊന്നാണ് ക്രിറ്റിസിസം ആൻഡ് കറക്ഷൻ എന്നുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്, പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തും സഹിക്കാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു NPD ഒരു ക്ലയന്റ് അല്ലെ വിക്റ്റിമാണ് എന്നുള്ളത് നോക്കുക. അവരനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ്, അയാളുടെ മുമ്പിൽ എന്നും വിമർശനങ്ങൾ എന്നും ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുക. അതിലൊരിക്കലും ഞാൻ റെസ്പോൺസ് ചെയ്യാൻ പാടില്ല, എൻ്റെ ജീവിതം എങ്ങനെയൊക്കെയാണ്, പൂർണ്ണമായും അയാൾക്ക് അടിമപ്പെട്ട് ജീവിക്കുക എന്നുള്ള ഒരു ഗ്യാസ് ലൈക്കിംഗ് പാറ്റേൺ ആയിരിക്കും അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവുക. കാരണം സ്നേഹം എന്നത് ഒരിക്കലും എനിക്ക് മെച്ചപ്പെടുത്താൻ കഴിയില്ല, എൻ്റെ ആവശ്യങ്ങളും അല്ല എൻ്റെ ഇമോഷൻസും ഒരിക്കലും അയാൾ കേൾക്കാൻ തയ്യാറല്ല എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഈ കുട്ടിയിൽ അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് വരുന്നത്? അതിൻ്റെ ഈ കല്യാണശേഷം അയാൾ സ്വഭാവം കൊണ്ട് 90% അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും 10% ബാക്കിയുണ്ട്. ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു പെൺകുട്ടിയിൽ വരുന്ന ഈ ഒരു ബിഹേവിയർ സ്വന്തം പാരന്റിൽ നിന്ന് തന്നെയാണ് കണ്ടുവരിക. കാരണം ആ പെൺകുട്ടി ജീവിച്ചിട്ട് സ്വന്തം അച്ഛൻ്റെ ഭാഗത്ത് അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്ത് അച്ഛനോ ഈ നിരന്തരമായിട്ടുള്ള ആ ഒരു ഉപദ്രവവും മാനസികമായിട്ടുള്ളതും നേരിട്ട് കണ്ട് വളർന്നിട്ട് ഒരു പെൺകുട്ടിക്കാണ് ഇവിടെ റെസ്പോൺസിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെൻ്റലായിട്ട് ഏറ്റവും പ്രിവെൻസ് റിലാപ്ഷൻ അവിടെ വരാത്തത്. അപ്പോൾ അതേ സമയത്ത് ഇവിടെ അയാളുടെ അഡൽട്ട് ഇമ്പാക്റ്റിലേക്ക് വരികയാണ്. ഈ കുട്ടിയുടെ ഇപ്പം ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എന്താണ്, ഞാൻ ഒരിക്കലും എന്താണ് സ്വയമായിട്ട് വിമർശിക്കപ്പെടേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ എനിക്കൊരിക്കലും ഒരു ഫീഡ്ബാക്ക് പോലെ ഒരു അഭിപ്രായം പറയാൻ പോലും ഒരു കുടുംബത്തിലും എൻ്റെ കുടുംബ സാഹചര്യം ഇല്ല, എനിക്ക് അനുവാദമില്ല എന്നുള്ള ഈ ഒരു പാറ്റേൺ.
അപ്പൊ നോർമലായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ഏത് ലൈഫ് പാറ്റേണിലാണ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്? നമ്മളൊരു ഫാമിലി, ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അവരോട്, സ്വന്തം ഭാര്യയോട് തൻ്റെ ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഫീലിങ്സ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് അധികം സമയം എടുക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്ന ഒരു കേസിൽ ഒരു പെൺകുട്ടി പറയാണ്, 35 വയസ്സോളം ഉണ്ട് ആൾക്ക്. അയാൾ പറയാണ് എൻ്റെ ഫീലിങ്സ് അയാൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്ന്. ആദ്യമായിട്ട് പരാതിയായിട്ട് വന്നതാണ്. ആ ഫീലിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ് പ്രയാസങ്ങൾ ഉള്ളത്? അപ്പോൾ എനിക്ക് മന്ത്ലി പിന്നെ എനിക്ക് പീരീഡ് ആവുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ ആ സമയത്തൊന്നും അയാളെ സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അയാളോട് ചോദിച്ചു. അപ്പോൾ അയാളോട് ചോദിച്ച സമയത്ത് അയാൾ പറയുന്നത് എന്താണ്, പിന്നെ ഈ ഈ പിരീഡ് ഉണ്ടാവുന്നത് സാധാരണ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരേപോലെയാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുക. അതിന് പ്രത്യേകിച്ച് ഒരു കെയർ വേണമെന്നോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇവിടെ എന്താണ്, എല്ലാ പുരുഷന്മാർക്കും, എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട്, മാസത്തിൽ പെൺകുട്ടികൾ അവരനുഭവിക്കുന്ന ഈ ഒരു 7 ഡേയ്സോ 8 ഡേയ്സോ 10 ഡേയ്സോ അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല പുരുഷന്മാർക്കും യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അറിയില്ല എന്ന് വെച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ പ്രയാസങ്ങൾ ഒരിക്കലും എന്താണ് ഈ ഒരു ഓപ്പോസിറ്റ് പാർട്ട്ണർ പറയുന്നില്ല. ഈ ഒരാഴ്ചക്കാലം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് ഒരു പെൺകുട്ടി ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, അയാൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്താണ് ഒരു ഈ ഒരു സൈക്കിൾസ്, നടവിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു സൈക്കിളിനെ കുറിച്ച് എന്താണ് ഉള്ളത്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയുണ്ട് അയാൾക്ക്. അപ്പൊ അയാൾക്ക്, ഇപ്പൊ പെൺകുട്ടിക്കും ഒരു 5-6 വർഷം ഇങ്ങനെ നടന്നിട്ടുണ്ട് സ്വന്തം മകൾക്ക്. അതിനെക്കുറിച്ച് പോലും ഞാൻ എൻ്റെ മകളോട് എങ്ങനെയാ അതിനെക്കുറിച്ചൊക്കെ പറയുക, അതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നുള്ള അതേപോലെ തന്നെയാണ് ഇവരെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. ഈ ഒരു പെൺകുട്ടികൾക്ക് എല്ലാ മാസവും ഉണ്ടാവുന്ന ഈ ഒരു പ്രോസസ്സിനെ പറ്റി പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ടാണ് അറിഞ്ഞിട്ട് പോലും ചിലപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കില്ല. പക്ഷെ അവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ ഒരു 7 ദിവസം ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ അവസ്ഥ ഇതാണ്. അവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ വന്നു. അതേ സമയത്ത് അവിടെ മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് അവർ വന്ന് കംപ്ലൈന്റ് പറയണം, എൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നില്ല. ആ ഫീലിങ്സ് അയാൾക്ക് അറിയില്ല എന്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു പുരുഷനെ, അവരെയോ രണ്ടുപേരെയും നമുക്ക് അവിടെ കുറ്റപ്പെടുത്താനുള്ള ഒരു സാഹചര്യവുമില്ല. അപ്പൊ ഇതേപോലെ ക്രിറ്റിസിസം ആൻഡ് കറപ്ഷൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പല മേഖലയിലും നമുക്ക് ഉണ്ടാവും. പിന്നെ അടുത്തതൊന്നാണ് അഫെക്ഷൻ ആൻഡ് വാംത്ത്. ഇവിടെ നമ്മൾ അതേ, നമുക്കെന്താണ്, ചില ഫാമിലി കാണാം, കപ്പിൾസിനെ കാണാം, വളരെയധികം സന്തോഷം, എന്ത് ചെയ്താലും അപ്രിസിയേഷൻ കൊടുക്കുന്ന ആളുകൾ, എപ്പോഴും സ്നേഹവാക്കുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെയും നടക്കുക. സ്നേഹം അവർക്ക് എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഉണ്ടാക്കുന്നത്, സ്നേഹം സുരക്ഷിതമാണ്, അതൊരു ആത്മവികാരമാണ്, അതെല്ലാം പ്രകടിപ്പിക്കേണ്ടതാണ്, കാണിച്ചു കൊടുക്കേണ്ടതാണ്, ഉള്ളിൽ വെക്കേണ്ടതല്ല എന്നുള്ളത്. ഇതിലെന്തെങ്കിലും അവർക്ക് സ്നേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർ റീഅഷുറൻസ് ആണ്, മറ്റുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാകും, ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, അതെങ്ങനെയാണ് മാറ്റുക. നല്ലൊരു കപ്പിൾസ് ഒക്കെ അങ്ങനെയാണ്. ഇതെവിടെ നിന്നാണ് വരുന്നത്? കുട്ടിക്കാലത്ത് നിന്ന് അവരെ പാരന്റ് ഏതൊക്കെ രീതിയിലാണ് അവരെ വളർത്തിയിട്ടുള്ളത്, ആ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ജീവിതങ്ങൾ പോവുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന, ഇപ്പൊ ഒരു അഡൽട്ട് ഇമ്പാക്റ്റിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ ഈ പറഞ്ഞ നല്ലവരായിട്ടുള്ള ആ ഒരു കപ്പിൾസ്, നല്ല ആളുകൾ, സ്നേഹവും സുരക്ഷിതവും എന്താണ് കറക്റ്റ് സമയത്ത് ഒരാൾ കൊടുക്കേണ്ടതാണ്. അല്ലാണ്ട് സ്നേഹം അല്ല, ഇപ്പോൾ വിശക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം വേണം, അല്ല ആ വിശപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കിട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ക്യാഷ് ആവശ്യമുള്ള സമയത്ത്, എമർജൻസി ഉള്ള സമയത്ത് നമുക്ക് വേണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ട്. ഇതേപോലെ തന്നെയാണ് സ്നേഹം. കുട്ടികളാണെങ്കിലും വൈഫാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരായാലും നമ്മൾ കറക്റ്റ് സമയത്ത് അവർക്ക് കിട്ടേണ്ട കെയറും കൊടുത്തിട്ടില്ലെങ്കിൽ, പിന്നീട് അവർക്ക് എന്താണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം അവരുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അത് പിന്നീട് അവരുടെ ജീവിതത്തെ ബാധിക്കാൻ കാരണമാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ പറഞ്ഞ ഗണത്തിൽ എൻ്റെ ഫാമിലി ലൈഫ് എങ്ങനെയാണ് പോകുന്നത്? ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട്, എൻ്റെ ഭാര്യയുമായിട്ട് നല്ല രീതിയിലാണോ? എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് എന്നെ ചില ആളുകൾ
വെറുതെ ഡയലോഗ് അവളെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം, അല്ലെങ്കിൽ അയാളെ കുറിച്ച് എനിക്ക് ഞങ്ങൾ കുറേ കാലമായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോയി ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം രണ്ടുപേരെയും മാറ്റി നിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇങ്ങനത്തെ ആളുകളുണ്ട്. അത് വാക്കിലൂടെ മാത്രമേ ഉള്ളൂ. അവളെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം എന്നുള്ളൊരു, അല്ലെങ്കിൽ അവനെ കുറിച്ച് എനിക്ക് മാത്രം അറിയാം എന്നുള്ള തോട്ടും അത് ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത്. ഇതേ ഒരു പാറ്റേണിലായിരിക്കും യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിലൊക്കെ ആളുകൾ കുറേ മുന്നോട്ട് പോവുക. ഇവിടെ മറ്റൊരു പാർട്ടും കൂടിയുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഹൗ ടു കമ്മ്യൂണിക്കേഷൻ ഹാവ് ടു മൈ ലൈഫ് ഫാമിലി. ഞാൻ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ സംസാരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുട്ടികളോട്, സ്വന്തം ഭാര്യയോട്, സ്വന്തം പാരൻറ്റിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്. ഓപ്പൺലി ടാക്ക് അബൌട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സ്വതന്ത്രമായി പറയുന്ന ഒരാളാണ്. ജീവിതത്തിൽ എന്ത് ഇൻസിഡൻസ് സംഭവിച്ചാലും, എന്ത് നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും സ്വന്തം കൂട്ടുകാരോട് പറയുന്നത് പോലെ സ്വന്തം ഫാമിലിയിലും വന്ന് ഷെയർ ചെയ്യുന്ന ഒരാളാണോ. ടാക്കിംഗ് അബൌട്ട് ഓൺലി സം ടൈം, ചില വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണോ. സ്പെസിഫിക് ആയിട്ടുള്ള ചില കുടുംബത്തിന് ചില ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണോ. അവോയ്ഡ് ഓർ ഇഗ്നോർ, അതല്ല നിങ്ങൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്തിട്ട് ഞാനാണ് പ്രയോറിറ്റി, എനിക്കിതൊന്നും കുടുംബത്തിന് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അതുപോലെ, പിന്നെ എന്തിനാണ് എൻ്റെ പ്രയാസങ്ങളും സന്തോഷങ്ങളും എൻ്റെ കുടുംബത്തിൽ പറയേണ്ട ആവശ്യം. മറ്റൊന്ന് എന്നത് എക്സ്പ്രസ് ത്രൂ ആങ്കർ ഓർ സൈലൻസ്, ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ടും സാധനങ്ങൾ എറിഞ്ഞൊടിക്കുക, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു രീതി. അതായത് കടുത്ത പ്രതികരണം നടത്തുന്ന ഒരു രീതി. അപ്പോൾ ഈ ഏത് രീതിയിലാണ് നമുക്ക് തൻ്റെ കമ്മ്യൂണിക്കേഷൻ തൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഇനി അടുത്തൊന്നാണ് ഹൗ ടു കോൺഫ്ലിക്റ്റ് വാസ് ഹാൻഡിലിംഗ്. ഒരു കുടുംബത്തിൽ ഒരു തർക്കം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് ഡിസ്കസ് ആൻഡ് റിസോൾവ്. നല്ലവരായിട്ടുള്ള ആളുകൾ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, അവിടെ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. മറ്റൊന്ന് എന്താണ്, മറ്റുള്ള ആളുകൾ ആർഗ്യൂ ലോഡ്ലി, വളരെയധികം കയ്യാങ്കളി കാണിക്കുക, വളരെ ഉച്ചത്തോടെ ഉയർന്ന ശബ്ദത്തോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്ന രീതി. ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ അവരുടെ ലൈഫിൽ, അത് പറഞ്ഞ് പറഞ്ഞ് വഷളാക്കുക, അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞിട്ടുള്ള എന്തോ ചെറിയ സംഭവങ്ങൾ എടുത്ത് എന്ത് പ്രയാസം ഉണ്ടാകുന്നത് എടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതിന് ശേഷം അവിടെ തന്നെ പ്രശ്നങ്ങൾ കൂടുതലാക്കുക. പിന്നെ മറ്റൊന്നാണ് അവോയ്ഡ് ഇറ്റ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സൈലന്റ് ആക്കിയിരിക്കുക, ഒരാൾ സൈലന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ അതിനെ ആ ഭാഗം നോക്കാതിരിക്കുക, ഇത് എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അടുത്ത ഒന്നാണ് സ്റ്റേഡ് അപ്സെറ്റ് വിത്തൗട്ട് ടാക്കിങ്. അവിടെ മനസ്സിൽ വെച്ചിട്ട് അയാൾക്ക് എൻ്റെ പാർട്ട്ണറോട് ഇന്ന കാര്യം പറയണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല, അത് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. അവൾ എന്നോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അയാൾ എന്നെ ഇത്രയും ആളുകൾക്ക് മുമ്പിൽ എന്നെ ഒന്ന് ഇത്രയും പരിഹസിക്കാൻ പാടില്ലായിരുന്നു, കുട്ടികളല്ല, കുട്ടികളുടെ മുമ്പിൽ അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അയാൾക്ക് ഉള്ളിൽ പറയണമുണ്ടാവും, പക്ഷെങ്കിൽ അത് പറയാതെ ഉള്ളിൽ വെടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി. പിന്നെ ഓപ്പൺ പേഴ്സൺ ഡോമിനേറ്റഡ് അതർ അഡ്ജസ്റ്റഡ്, അതായത് അവർക്ക് എന്താണ് എല്ലാം സ്വയമായിട്ട് എന്താണ് ഇങ്ങനൊക്കെ സ്വയമായിട്ട് എല്ലാം നിയന്ത്രിക്കുക, മറ്റൊരാളും ഈ ഒരു പ്രശ്നത്തിൽ കയറാൻ പാടില്ല, ഞാൻ തന്നെയാണ് എല്ലാത്തിനും പെർഫെക്ഷൻ എന്നുള്ള രീതി. ഇതിലും ഏത് രീതിയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചു തുടങ്ങുക. പിന്നെ അടുത്തൊന്നാണ് ക്ലോസ്നെസ് ആൻഡ് ഇമോഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പിന്നെ എപ്പോഴും എന്താണ് ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് സോണിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടുപേരും ഒരേപോലെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് രണ്ടുപേരും രണ്ട് ലൊക്കാലിറ്റിയിൽ വളർന്നവരാണ്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടൊരു പെൺകുട്ടി കുടുംബ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് പെൺകുട്ടിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതേപോലെ പുരുഷന്റെ ഭാഗത്തും അയാൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് അടുക്കുക, അയാൾക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എങ്ങനെയാണ് ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് പേരും വരുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടിക്ക് വളർന്നു വന്നിട്ട് എങ്ങനെയാണ്, ചിലപ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ശീലങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ പിന്നെ ഫാമിലി, ആ കുട്ടി വളരെയധികം വീട്ടിലൊന്നും കിച്ചണിൽ തന്നെ കയറാത്തൊരു പെൺകുട്ടിയായിരിക്കും പല രീതിയിൽ. അപ്പോൾ പുതിയൊരു കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റില്ലേ പ്രശ്നം, അല്ലെങ്കിൽ കിച്ചണിൽ പണിയൊന്നും എടുത്തിട്ടില്ലേ പ്രശ്നം, അതേപോലെ അയൽവാസികൾ സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നം, ഇങ്ങനെ പല രീതിയിലെ പ്രശ്നങ്ങൾ. പണ്ടൊക്കെ ഈ ഒരു പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാലും കാലത്ത് ഒരു കുറേ കുറഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ
ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്? കൂട്ടരും രണ്ട് ടീമും എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പകരം അവിടെ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വേണ്ട, അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. നമുക്ക് എല്ലാവരോടും പറയും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നാൽ നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും, എന്തിനാണ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടത്? അവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇമോഷൻ ഡിപ്പെൻഡൻസിയാണ് അവിടെ വരുന്നത്. അത് കാരണം അയാൾക്ക് സ്വന്തം ലൈഫിൽ നല്ല കാര്യങ്ങൾ എന്ത് കാര്യം സ്വന്തം പാർട്ണറോട് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയ്ക്കൂടെ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്ക് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ട് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കുക എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതമൊക്കെ കൊണ്ടുപോകേണ്ടത്. പിന്നെ പിന്നെ അതേപോലെ ടു മച്ച് ഓർ ഓവർ വെൽമിങ് എന്ന് പറയുമ്പോൾ അതിര് കടന്നിട്ടുള്ള ഒരു അടുപ്പങ്ങൾ, സ്നേഹിക്കുന്നത് നല്ലതാണ്, അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീഡം, അയാൾക്ക് ഏതൊക്കെ രീതിയിലാണ് ജീവിക്കേണ്ടത് അല്ല അവർക്ക് ഏതൊക്കെ രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ഡിസ്റ്റൻസ് എപ്പോഴും നമുക്ക് കൊടുക്കുക എന്നുള്ള ഒരു ബൗണ്ടറി സെറ്റിംഗ്. അതായത് പെട്ടെന്ന് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അതേപോലെ ഈ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ശാരീരികമായി സംഭവിച്ചു കഴിഞ്ഞാൽ അവളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ് അവരെ നോക്കണം. അതിനപ്പുറം എന്താണ് മറ്റുള്ള എൻ്റെ ഇമോഷൻസിനും മറ്റു പ്രവർത്തനവും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ നോർമലി വരേണ്ടതാണ്. പിന്നെ അതേപോലെ ഇൻകൺസിസ്റ്റൻറ്റ്, അതപ്പോൾ ചില സമയത്ത് എന്താണ് നമുക്ക് ചില ബന്ധങ്ങൾ കുറേ അടുത്തതായിട്ട് തോന്നും, ചില സമയത്ത് കുറേ അകലെയായി തോന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നമ്മുടെ ഒരുപാട് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സ്വന്തം പാർട്ട്ണറെ അറിയിക്കാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ ഒരു സന്തോഷങ്ങൾ കുറേ ആളുകൾ പറയാറുണ്ട്, ഞാൻ ഒരിക്കൽ പോലും ഒരു സന്തോഷം അറിഞ്ഞു ഇവിടെ കൂടെ ജീവിതം തുടങ്ങിയ ശേഷം ഞാനൊരു സന്തോഷം അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് സന്തോഷം പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് അവരോട് ചോദിക്കുന്ന അതുണ്ടായിട്ടുണ്ടായി, അവളെ കുറേ കാര്യങ്ങൾ എനിക്ക് നല്ലത് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞതൊക്കെ എന്താണ് നല്ല കാര്യങ്ങളൊക്കെ മനഃപൂർവ്വമായിട്ട് അകറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്താണ് പിന്നെ എടുത്ത് അത് മാത്രം എടുത്ത് പറയുന്ന ഒരു രീതിയാണ് നമുക്ക് പല കുടുംബ ബന്ധങ്ങളിലും കാണാറ്. ഇവിടെ ഒരു റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെയൊക്കെ അടുത്ത ജീവിതത്തിൽ അടുത്ത ബന്ധങ്ങളിൽ എത്രമാത്രം നമ്മൾ ഒരു നല്ല ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നോക്കാം, ഒന്നുകൂടി ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി സ്വന്തത്തോട് തന്നെ ചോദിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ ഞാനിപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്? ആ ഒരു കുടുംബ പാറ്റേണിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് എനിക്ക്, ഏത് രീതിയിലുള്ള പാറ്റേണുകളാണ് ഞാൻ മാറ്റേണ്ടത്, ഏത് രീതിയിലുള്ള പാറ്റേണുകളാണ് ഞാൻ നിലനിർത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ മറ്റതുപോലെ എന്നത് ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് എനിക്കുള്ളത്. ഏത് സമയത്താണ് ഞാൻ നിശബ്ദത പാലിക്കേണ്ടത്, ഏത് സമയത്താണ് ഞാൻ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ആ ജീവിതത്തിലൊക്കെ ജെന്റ്ലി ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാറ്റേണിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമായിട്ടൊരു ഫൈനലി ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ മേഖലയിലേക്കും സഞ്ചരിക്കുമ്പോൾ ഞാനൊരു പ്രത്യേക രീതിയിൽ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് പകരം ഞാൻ ഇന്ന രീതിയിലാണ് സ്നേഹിക്കാൻ പഠിച്ചത്, ഇന്ന രീതിയിലാണ് പ്രകടിപ്പിക്കാൻ പഠിച്ചത് എന്നതിന് പകരം ആ പഠിച്ചത് നമ്മളൊന്ന് പുതുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ള അതേ ജീവിതമല്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ബിഹേവിയർ എന്ന് പറഞ്ഞത് പഠിച്ചതാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേ സമയത്ത് നമ്മൾ ഇതൊന്നും മാറ്റാതെ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ, എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കൂ എന്നുള്ള വാശിയുമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു ദാറ്റ് ഐ ഫീൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഫൈനലി ആയിട്ട് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഒരു ഏറ്റവും മൂല്യവത്തായിട്ടുള്ള പാറ്റേണിലേക്ക് അത് പോകുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കേണ്ട വിധം എങ്ങനെയാണ്, സംസാരിക്കേണ്ട ശൈലി എങ്ങനെയാണ്, ബന്ധത്തിൽ പ്രതികരിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്, ഇന്നത്തെ പ്രധാനമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് കാരണം ഈ ഒരു ജീവിത ലൈഫിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ തന്നെയായിരിക്കും. എൻ്റെ അനുഭവങ്ങളാണ് എന്നെ ഇതാക്കിയത് പല ആളുകളും പറയുന്നുണ്ട്. ആ അനുഭവങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നില്ല? പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവം കിട്ടിയ ആളുകൾ പോസിറ്റീവ് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ.
അവർക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഡൗൺ ആയി പോകും. അതേ സമയത്ത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ള ഫാമിലി എന്നുള്ള അവർക്ക് അതേ ആഗ്രഹിക്കുന്നുള്ളൂ, അതേ നടക്കുന്നുള്ളൂ. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, എനിക്ക് പോയത് എന്നും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക, മറ്റുള്ള ആളുകൾ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നു, എനിക്ക് എന്താണ് മാറ്റങ്ങളൊന്നുമില്ല, ഇങ്ങനെ നിരന്തരമായിട്ട് പരാതി പറയുന്ന ആളുകൾ. പക്ഷെ അതിൽ നിന്നും ഒരിക്കലും അവർ മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നും ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അറ്റ്യൂൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് അവർ പൂർണ്ണമായിട്ടും അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ സ്വയമായിട്ട് ചിന്തിച്ചു തുടങ്ങുക. എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാക്കേണ്ടത് ഏതാണ്, എങ്ങനെയാണ്, സ്വയമായിട്ട് ചിന്തിച്ചു തുടങ്ങുക. ഞാൻ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ആരോടെയാണ് എൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഷെയർ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒരു ഉദാഹരണം പറയാം എന്നുള്ളതാണ്. കാരണം പിന്നെ ഏകദേശം ഒരു PPTന്റെ ഒരു ഷെയർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വെക്കാം. കാരണം ഞാൻ എൻ്റെ ഒരു ഫാമിലി ലൈഫ് തന്നെ എനിക്കൊരു കാര്യം, അതായത് എൻ്റെ പാരൻറ്റിൻ്റെ. കാരണം ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ടത് തന്നെ എൻ്റെ വാപ്പ ഒരു NPD ആണെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ചില സമയത്ത് ഭയങ്കര ദേഷ്യങ്ങൾ, ചില ഭയങ്കര പിന്നെ എന്താണ് ഓവറായിട്ട് സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുക, ചോറിലൊക്കെ എന്തെങ്കിലും അറിയോ, അങ്ങനത്തെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലൊക്കെ. പക്ഷെ അത് ഉമ്മക്ക് ഒരിക്കലും അതൊരു പ്രശ്നമായിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ കാണുന്നത് വാപ്പ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി എപ്പോഴോ 10-11 മണിക്ക് ഞങ്ങൾ മക്കൾ കാണുന്നില്ല. പിന്നെ എപ്പോഴോ കാണുന്നത് എന്താണ്, ചെറിയ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, എന്തെങ്കിലും പെരുന്നാളോ അങ്ങനെ ആയിരിക്കും വാപ്പയും മക്കളുമായിട്ടുള്ള ഒരു കൂടി. ഞങ്ങൾ 8 മക്കളാണ്. പക്ഷെ ഇതിൽ നിന്നും പിന്നെ ഒന്നും മനസ്സിലാക്കേണ്ടത് ഈ അടിപിടി ഒന്നുമില്ല. പക്ഷെങ്കിൽ നമ്മളൊക്കെ എൻ്റെ ഒരു ലൈഫിൽ ഒരു മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് ഒരു സ്നേഹം എന്നുള്ളത്. പക്ഷെങ്കിൽ അപ്പോൾ ഞാനൊരു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ അറിയാതെ തന്നെ നമുക്ക് അവർ സ്നേഹം എന്താണെന്ന്, ഇങ്ങനെയൊന്നല്ല ജീവിതം എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ച്, ഞങ്ങളെ മക്കളെ ഓരോരുത്തരും പഠിപ്പിച്ച്, അവർ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ ഉമ്മനോട് മരിക്കുന്ന അവസാനമായി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വാപ്പനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നോ? കാരണം വാപ്പ മരിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തിക്കുന്ന സമയത്ത് ഉമ്മ ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുന്ന സിറ്റുവേഷനാണ്. എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് എൻ്റെ വാപ്പ മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു എനിക്ക് അപ്പോഴും ഈ ചിന്തകളാണുള്ളത്, ഉമ്മനെ ഉപദ്രവിച്ച കാര്യങ്ങളും ആ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മതപരമായിട്ട് നോക്കുന്ന പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടോ മരിക്കാൻ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ്. വാപ്പ എന്നോട് എപ്പോഴും ക്ഷമ ചോദിച്ചിട്ടാണ് ആ ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന്. അതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് ഇത് കണ്ടു വളർന്നിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഞാൻ വന്ന സമയത്ത്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് ഇതേ പ്രശ്നങ്ങൾ അവിടെയും തുറന്നു. ഞാൻ പ്രശ്നം അടിപിടി ഉണ്ടാക്കിയെന്നല്ല, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സൈലൻസ് എന്നുള്ളത്. അവിടെ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ മനഃപൂർവ്വമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിശബ്ദം പാലിക്കും. തുടക്കത്തിലൊക്കെ അങ്ങനെ ഞാൻ പ്രതികരിക്കുന്നില്ല. ഞാൻ എവിടെ നിന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ട്, ഉമ്മേന്റെ സ്വഭാവം കണ്ടിട്ടാണ്. കാരണം ഉമ്മ നിശബ്ദത പാലിച്ചു. അപ്പോൾ എനിക്കത് ആ സ്നേഹം, അവർ കാണിച്ച സ്നേഹമൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് റെസ്പോൺസ് കൊടുക്കണ്ട, തൽക്കാലം ഒന്നും മിണ്ടാതിരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാം എന്നുള്ളത്. പക്ഷെ വലിയ പ്രശ്നങ്ങളല്ല. ഇതേ സമയത്ത് എൻ്റെ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ മൂത്ത കുട്ടി എന്നോട് ഇപ്പൊ ഫോൺ ഓഫ് ആക്കി പോവും, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി, നിങ്ങൾ മിണ്ടാണ്ടിരുന്നോളൂ. ഇമ്മനെ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയും. കാരണം ആ മക്കൾ കാണുകയാണ് ഇതൊന്നും പ്രതികരിക്കുന്നില്ല എന്നത്. പിന്നീട് ഇതേ പ്രശ്നം ഞാൻ കാണിക്കുമ്പോൾ മക്കൾ കണ്ടുപിടിക്കൂലേ. അപ്പൊ ഞാൻ മക്കളോട് തിരിച്ച് പഠിച്ചു, ചില സമയത്ത് നമുക്ക് സൈലന്റ് ആണ് ഏറ്റവും ബെറ്റർ. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കുമ്പോൾ കൂടുതൽ വഷളാ. അപ്പൊ തൽക്കാലം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അല്ലാണ്ട് എനിക്ക് പ്രതികരിക്കാൻ അറിയാനിട്ടൊന്നുമല്ല എന്നുള്ള രീതി. ഈ ഒരു പാറ്റേൺ നമ്മുടെ ലൈഫിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പൊ ഓരോരുത്തരും നിങ്ങളൊക്കെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കറിയാം ഏതൊക്കെ രീതിയിലാണ് ഇത്ര കാലം നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം പിന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ ഞാനിന്ന് പറഞ്ഞതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാൽ ജസ്റ്റ് ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ചെയ്യുക. പിന്നെ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒരു റൈറ്റപ്പ് പോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക. നിങ്ങൾ എപ്പോഴത്തെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ, എൻ്റെ ജീവിതം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏത് റിഫ്ലക്ഷനിൽ കൂടെയാണ്, ഏത് എംപ്ലിസിറ്റിയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഈ ക്ലാസ്സിന് ശേഷം എല്ലാവരും ഗ്രൂപ്പിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ
സ്വയം മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തെടുക്കാനെങ്കിലും ഈ ഒരു ആക്ടിവിറ്റീസ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? യെസ്, ഓക്കെ ആണ് സർ. നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ലൈഫിലോട്ട് തിരിഞ്ഞു നോക്കാനായിട്ട്. അത് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും ഒക്കെ മനസ്സിലാക്കാനായിട്ട്. ശരിക്കും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് വഴിയാണല്ലോ ഇതെല്ലാം. സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അവരവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നു. അങ്ങനെയാണല്ലോ അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ അതെ. എപ്പോഴും നമ്മൾ സൈക്കോളജി നേച്ചർ വേഴ്സസ് നർച്ചർ പറയും. അപ്പം ഉം. രണ്ടിനും ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഒരു എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നതിനനുസരിച്ചാണ് നമ്മൾ മോൾഡായി വരുന്നത്. അപ്പൊ അത് നമ്മളെ അതെ. നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്റെ ലൈഫിൽ ഞാൻ ഓർക്കുന്നു, ചെറുപ്പത്തില് കണ്ടിട്ടുള്ളത് അമ്മ അപ്പ ഫാദർ പറയുന്നതിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ല ഒരു കാര്യത്തിനും. അങ്ങനെ ഒരു പ്രതികരണം പുള്ളിക്കാരി ചെയ്യാറില്ലായിരുന്നു. അപ്പം അതെ. അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. മക്കളുടെ ഒരു കാര്യത്തിനാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനും അപ്പം പറയുന്നതേ ഉള്ളൂ ശരി. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടു വളരുമ്പം പിന്നീട് നമുക്ക് വളർന്നു വന്നപ്പോൾ അത് മനസ്സിലായി അത് ശരിയല്ല, അങ്ങനെയല്ല വേണ്ടതെന്നുള്ളത്. പക്ഷെ വെൻ യു ലുക്ക് ബാക്ക് യു കെൻ സീ ദാറ്റ് ആ ഒരു സ്റ്റൈലായിരുന്നു, ആ ഒരു ടൈപ്പ് ഓഫ് പുള്ളിക്കാരുടെ നേച്ചർ അങ്ങനെയായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അതുകൊണ്ട് ഒന്നും പറയണ്ട, അപ്പ പറയുന്ന അങ്ങ് കേട്ടാ മതി, അതാണ് ശരി, അതാണ് ബൈബിൾ വാക്യം അതെ. എന്നൊക്കെ അതെ. ഒരു പക്ഷെ അത് ആറ്റിറ്റ്യൂഡായിരുന്നു പുള്ളിക്കാരൻ എടുത്തിരുന്നത്. പക്ഷെ അതെ പക്ഷെ അതെ അത് അത് നമ്മളെ ജീവിതത്തിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന സമയത്ത് അത് വളരെയധികം പിന്നീട് നമുക്ക് തിരിച്ചറിവുണ്ടായ കുഴപ്പമില്ല. ഇത് തിരിച്ചറിവില്ലാതെ അതേ പാറ്റേണിൽ നമ്മൾ പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉം. ആ ഒരു തിരിച്ചറിവ് കിട്ടിയോണ്ട് അതിൽ നിന്ന് പഠിക്കാൻ പറ്റി. പക്ഷേ സാറ് പറഞ്ഞ അതെ. പോലെ തിരിച്ചറിവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് നമ്മളത് വീണ്ടും പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ പേരന്റിങ്ങിലോട്ടാണ് ഇത് ശരിക്കും കണക്ട് ചെയ്ത് പോകുന്നത്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഓരോരുത്തർക്കും കിട്ടുന്നത്. സോ അതെ. എനിവേ അതെ. അതെ. ഇറ്റ്സ് എ വെരി ആ, ഇപ്പൊ ഇത് അറിയാവുന്ന ആ. ടോപ്പിക് ആണെങ്കിലും റിഫ്ലക്ട് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത ആൾക്ക് എന്തെങ്കിലും ചോദിക്കാം, ഷെയർ ചെയ്യാം. Good morning, Mr. Sir. Chandra ഗുഡ് here. മോർണിംഗ്. വെരി വെരി ഇമ്പാക്ട്ഫുൾ സാറുടെ ഈ സെഷൻ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കയറി, ഞാൻ നോക്കി ആരാ ഇത് എടുക്കണത് എന്നുള്ളത്. അപ്പൊ ഈ നിസോ സാറിനപ്പോ വേഗം എന്റെ വർക്ക് നിർത്തി. മോർണിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് സ്ലോ ആയി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി സാർ ആയതുകൊണ്ട് എന്തെങ്കിലും ഡെഫിനറ്റ്ലി ഇറ്റ് ബി ആൻ ഇൻഫോർമേറ്റീവ് സെഷൻ. അപ്പൊ കയറിയത് ഓരോ സ്ലൈഡ് കാണുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെ ലൈഫ് ചിലപ്പോ മുന്നോട്ട് ആണെന്നുള്ളത് ഫീലായി. അതേ രീതിയിൽ ഇപ്പൊ ഞാൻ സൂസൻ മാം പറഞ്ഞ മാതിരി എന്റെ പേരൻസും ഏകദേശം സെയിം. സൂസൻ മാമിന്റെ പേരൻസ് പറഞ്ഞ അമ്മ വളരെ സൈലന്റ് ആണ്, അച്ഛനാണ് ഫൈനൽ ഡിസിഷൻ. അവര് പിന്നെ ആ ഒരു ജനറേഷൻ അങ്ങനെ ആയിരുന്നു. പക്ഷെ അതിന്റെ സാർ പറയുന്ന മാതിരി ആ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിക്കോസ് ജനറേഷൻ മാറുമ്പോൾ സൊസൈറ്റി മാറുന്നുണ്ട്, തോട്ട് പ്രോസസ് മാറുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന്റെ ഡിഫക്ട്സ് എന്താണ് അത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ബട്ട് സ്റ്റിൽ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ, അത് വേറെ സ്ട്രഗിൾ ആണ്. സോ ആ സ്ട്രഗിളുടെ ഇടയിൽ നമ്മൾ വാട്ട് സേ ആ ഒരു സർക്കിളിൽ നമ്മൾ പെട്ടുപോവാണ്. എനിവേ ഞാൻ സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ ഐ നോട്ട് ബീൻ എ വാട്ട് സേ സർ പറയുന്ന മാതിരി പെർഫെക്റ്റ് ആയിട്ട് ഉള്ള പേരന്റിന് പറയാൻ പറ്റില്ല. ബട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സർ പറയുന്ന മാതിരി എന്റെ മോളും പറയും, ഞങ്ങൾ രണ്ടാൾ തമ്മിൽ അടി ഉണ്ടായ പറയും അമ്മ മിണ്ടാതിരിക്കുക, സൈലന്റ് ആയിട്ടായിരിക്കും, ഇതൊന്നും ഒരു കൂൾ ആയ ശേഷം നിങ്ങൾ രണ്ടാൾ തമ്മിൽ സംസാരിക്കൂ, എന്താണ് ആ സോൾവ് ചെയ്യാൻ നോക്കൂ എന്നുള്ള രീതിയിൽ. ഇന്നലെ പോലും സംസാരിക്കുന്ന ഇടയിലെ തർക്കം തുടങ്ങും. ഇപ്പൊ എന്തോ സംസാരിച്ചു, എന്താവണത് നിങ്ങൾ തമ്മിൽ അടിയായിരിക്കും എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു. സോ നമ്മള് കുട്ടികളെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവര് മച്ച് മോർ വാട്ട് ടു സേ നോളജ് ഉണ്ട് അവർക്ക്.
So your session was ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തു സാറുടെ ഇത് ഫുൾ എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ലെറ്റ് ദം മേക്ക് ഗുഡ് ചേഞ്ചസ് ഫോർ എ പീസ്ഫുൾ ആൻഡ് നല്ല ഫാമിലി. നമ്മൾ ഫാമിലി നന്നായാലേ സൊസൈറ്റിയിലേക്ക് നമ്മുടെ പീസ്ഫുൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ സാർ. അതർവൈസ് ഡിസ്റ്റർബ്ഡ് ആവുമ്പോൾ നമുക്കൊന്നും ശരിക്കും വി കാൺട്ട് ബി ഓഫ് സം ഹെൽപ്പ് ടു ദ സൊസൈറ്റി. So I think Yes. at least the next generations, ഈ മാതിരി I'm thankful to Wimble. Always I'm thankful to Wimble because youngsters, ഇവിടെ ഉള്ള youngsters വളരെ ലക്കിയാണ്. വെരി വെരി ലക്കി. ബിക്കോസ് ഇതിലത്തെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ആരും ഇല്ല സർ. സോ ദീസ് തിങ്സ് Okay. വിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ 24 ആൾക്കാർ നമ്മൾ ഉണ്ട് ഇവിടെ. ഈ 24 ആൾക്കാരുടെ ഫാമിലിയിൽ ഒരു ചേഞ്ചസ് വന്നു പറഞ്ഞാൽ തന്നെ വിംബിളുടെ സക്സസ് തന്നെയാണ് സർ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഇവിടെ ഒരു ഫാമിലി റൂൾസ് ആൻഡ് മെസ്സേജ് നമുക്ക് എല്ലാവർക്കും അറിയാം. പെൺകുട്ടികൾ പിന്നെ എന്താണ്, പെൺകുട്ടികൾ ഇന്ന രീതിയിൽ പോകാൻ പാടില്ല, ആൺകുട്ടികൾ കരയാൻ പാടില്ല, പ്രശ്നങ്ങൾ പുറത്ത് പറയാൻ പാടില്ല, പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ കണ്ട് കേട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പുതിയ പുതിയ ജനറേഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ജനറേഷൻ എന്തുണ്ടാക്കുന്നത്? പ്രൊവോക്കേറ്റ് ചെയ്യാണ്, റെസ്പോൺസ് അല്ല. ഇതിനെ പ്രശ്നങ്ങളാക്കിയിട്ട് മറ്റൊരു രീതിയിൽ കണ്ടിട്ട് എന്തുകൊണ്ടാണ് അവരോട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഒരു ആൺകുട്ടി കരയരുത് എന്ന് പറയുന്നത്? ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ നമുക്ക് പല അന്നത്തെ കാര്യം, ആൺകുട്ടികളാണ് കുടുംബത്തിലെ ആളുകൾ, ഇവരാണ് കുടുംബം നോക്കേണ്ടത്. അപ്പോൾ ഒരു ആൺകുട്ടി ഒരാൾ ഉറക്കനെ പുറത്ത് കരയുന്നത് കണ്ടാൽ അത് മോശമായിട്ടുള്ളത്. ആൺകുട്ടികൾ കരയാൻ പാടില്ല. ഇങ്ങനെ പല മെത്തേഡുകൾ നമ്മൾ കേട്ടും കണ്ടും പറഞ്ഞിട്ടുള്ള ആളുകൾ. അതിൽ നിന്നൊക്കെ ഈ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. കരയണ സമയത്ത് നമ്മൾ കരയുക, സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ സന്തോഷിക്കുക, നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ആസ്വദിക്കുക. അത് വിചാരിച്ച് എന്തിനാണ് ഉള്ളിൽ കൊണ്ടെടുക്കുന്നത്? എന്താ ഏറ്റവും കൂടുതൽ ഈ ഒരു കരയ എന്ന് പറയുന്ന ഇമോഷൻസ് നമ്മൾ എന്താണ്, നമ്മളെ ഈ ഒരു പാനിക് അറ്റാക്ക് കൂടുതലായിട്ട് നമുക്ക് ടിക് ടിക് എന്നുള്ള ആ സമയത്ത് എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം നമുക്ക് ഹൃദയമിടിപ്പ് കൂടുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇമോഷൻസ് പുറത്തേക്ക് വരാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന ഏതെങ്കിലും സാഹചര്യം നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിക്കറിയുക. അങ്ങനെ ഒരാൾ കുടുംബത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് അവസരങ്ങൾ കൊടുക്കുക, അയാൾ തുറന്ന് സംസാരിക്കുക. അയാൾക്ക് എന്താണ് സ്നേഹം, അയാൾക്ക് ഏറ്റവും നല്ലൊരു നിമിഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? ഇപ്പോൾ നമ്മുടെ പാരൻ്റ് ആയിരിക്കാം, നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അതേപോലെ നമ്മുടെ മക്കളിൽ അങ്ങനെ ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ വഴിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ്. 3 കുട്ടികളുണ്ട്, ഒരാൾ തീരെ സംസാരിക്കുന്നില്ല, ആക്റ്റീവ് അല്ല എന്നുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ അവനെ ഒന്ന് കൂടെ നിർത്തുക. അവൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ്? ഒരു ഫാമിലി കൗൺസിൽ സെഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പെൺകുട്ടിയോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് സ്നേഹപ്രകടനം ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? ഒരു ലവ് അഫെക്ഷൻ നിങ്ങൾക്ക് കുടുംബത്തിൽ സപ്പോർട്ടീവ് ആരൊക്കെയാണുള്ളത്? നിങ്ങൾ കുറ്റങ്ങൾ മാത്രമെന്ന ഞാനൊക്കെ ഈ ഒരു സെഷൻ എടുക്കുന്ന സമയത്ത് വരെ നിങ്ങൾ രണ്ടുപേരും കുറ്റം പറയൽ നിർത്തുക. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ എവിടെയാണ് ഉള്ളത് കിടക്കുന്നത്? നിങ്ങൾ രണ്ടുപേരിൽ നിങ്ങൾക്ക് ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഇത് രണ്ടും നിങ്ങൾക്ക് പ്രശ്നമായി. പിന്നെ എവിടെയാണ് പ്രശ്നങ്ങൾ? ഈ കുറ്റങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കൂട്ടരുടെ ഭാഗത്തുണ്ടാവും. ചെറിയ ചെറിയ കുറ്റം, ഈ ഒരു ചെറിയ പ്രശ്നങ്ങളാണ് ഇതിലേക്ക് ഇൻവോൾവഡ് ആയിട്ടുള്ള മറ്റാരെങ്കിലും ഈ ഒരു കേസിലേക്ക് വന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരോട് ചോദിച്ച് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ എന്താണ്, ഒരു കൗൺസിലർ എന്നത് അവരെ ജീവിതം ഒന്നിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഡൈവോഴ്സ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഡൈവോഴ്സ് ഇതൊന്നുമല്ല നമ്മുടെ ജോലി. അവരെ ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള തെറ്റിദ്ധാരണകൾ എന്താണ് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം അവർ എന്ത് വേണം ചെയ്തോട്ടെ. നമ്മൾ അതിൽ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യം. കാരണം ചില ആളുകളുണ്ട് പറയാറുണ്ട് ചില കേസിലൊക്കെ, നിങ്ങളാണ് ഈ ഒരു കൗൺസിലർ കാരണമാണ് എൻ്റെ ജീവിതം എൻ്റെ ഇങ്ങനെ ആയിപ്പോയത്, അയാളെ കൂടുതലായി സപ്പോർട്ട് ചെയ്തു, അല്ലെ അവളെ മാത്രം സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു? കാരണം അവിടെ ഈ ഒരു കൗൺസിലർ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഞാൻ നിങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാൻ വന്ന ഒരാളല്ല, ഞാൻ നിങ്ങളെ കുടുംബജീവിതത്തെ ഒന്നിപ്പിക്കാൻ വന്ന ഒരാളല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് നിങ്ങളെ പ്രശ്നങ്ങൾ പറയാനും അതിൽ ഏതൊക്കെ തെറ്റുണ്ട് ശരിയുണ്ട് വിശദമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു അവസരമാണ് എനിക്കുള്ളത്. അത് പറഞ്ഞെടുക്കാത്ത പല കേസുകൾ എന്താണ് ഫെയിലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുന്ന ഇങ്ങനത്തെ കേസുകൾ വരുന്ന സമയത്ത് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കൗൺസിലിംഗ് പ്രോസസ്സിങ് എന്നുള്ളത്. അപ്പോൾ ഏതായാലും നല്ലൊരു ഒരു സെഷനെ കുറച്ചൊരു ഉപകാരപ്പെട്ടു എന്ന് പറയും. കാരണം ഇതേപറ്റി മുമ്പ് ആരോ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ഒരു സാഹചര്യ ടോപ്പിക് കൊണ്ടുവന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഓക്കെ, താങ്ക് യു അഗൈൻ. ഇനി എന്തെങ്കിലും സംസാരിക്കാൻ ആരെങ്കിലും? റോബ് സാർ പോയോ? സജ്ന മാം പറയൂ. അർച്ചന മാം. ഹലോ യെസ്. സർ, ഞാൻ ടി എ പഠിച്ച ആളാണ്. ആ അപ്പൊ എനിക്ക് ടിയുടെ ഒരു ചെറിയ വേർഷൻ സാധാരണക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്ക് ടിയുടെ ഒരു ചെറിയ ആ, സെഷൻ പോലെ ഫീൽ ചെയ്യും. അതെ. ട്രാൻസാക്ഷൻ അനാലിസിസ് അല്ല പ്രോപ്പറായിട്ട് പറയുന്നതെങ്കിലും എങ്ങനെയാണ് ഉം, അവര് ഓക്കെ, ഐ എം നോട്ട് ഓക്കെ എന്നൊക്കെ പറയുന്ന ഒരു ഡിസിഷനിലേക്ക് എങ്ങനെ അവർ ഉം. എത്തുന്നു, എങ്ങനെ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയുള്ള അതെ. കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഒരു ബിഗിനർക്ക് ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടും. അത് ഓ, വളരെ നന്നായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് ഇല്ലെങ്കിൽ മോർണിംഗ് നമുക്ക് സർ. സ്റ്റോപ്പ് ചെയ്യാം. ഗുഡ് മോർണിംഗ് പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു. സാർ പറഞ്ഞ പോലെ ഈ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ളവർ എങ്ങനെയാണോ സ്നേഹം പരസ്പരം ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും നമ്മളിൽ കാണും. നമ്മൾ വിചാരിക്കും അല്ലേ അതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളും ചെയ്യേണ്ടത് എന്ന്. പക്ഷെ പിന്നീട് നമ്മൾ പഠിക്കുമ്പം അതിനനുസരിച്ച് മാറണം എന്നുള്ളതാണ്. അതെ, പലപ്പോഴും അങ്ങനെ മാറാതെ വരുമ്പോഴാണ് ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നത്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ലേൺ ചെയ്യുന്നത് ത്രൂ ലൈഫ് എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷെ ചില ആളുകൾക്ക് ഈ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ട്രേറ്റ്സ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം അല്ല, എൻ്റെ അമ്മയും വാപ്പയും ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് എനിക്കും ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അത്തരം ആളുകളിലാണ് ഒരു മാറ്റം വരാതെ അവരുടെ പാർട്ട്നേഴ്സ് ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റും ആയിരിക്കും. അതെ, അതെ. അപ്പോഴാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും സാറ് കുറെ കാര്യങ്ങൾ ഉണർത്തി, നന്നായിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു സാർ. പിന്നെ മോർണിംഗ് സർക്കിളിലേക്ക് കുറെ നാളിന് ശേഷം വന്നതിന് പ്രത്യേകം താങ്ക്സ്. ഓക്കെ, താങ്ക് യു. ഇതില് നമ്മളൊരു രാവിലെ കാര്യം ഫൈനലായിട്ട് ഒന്ന് പറയാനുള്ളത്, ഇതില് റീലേണിംഗ് ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഓറൽ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് നമ്മൾ മനസ്സിലായി ഫീലിംഗ് വെർബലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒന്ന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ സേഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതേപോലെ തന്നെ ഇമോഷണൽ നീഡ്സുകൾ പറയാൻ, പിന്നെ ഈ സാർ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഓൾഡ് പാറ്റേണുകൾക്കൊന്ന് റീപ്ലേസ് ചെയ്യാനൊന്ന് ശ്രമിക്കുക എന്നുള്ളത്. ആ ചിന്താഗതി ഒന്ന് മാറ്റി കൊടുക്കുക. ഞാനിങ്ങനെ തന്നെയാണ്, എനിക്കൊരു മാറ്റം വരാൻ പാടില്ല എന്ന് പറയുന്ന ആ ചിന്താഗതി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ നല്ല കുടുംബജീവിതത്തിൽ. ചില ആളുകൾ, ഞാൻ വീണ്ടും പറയാണ്, പല കുട്ടികളെ കേസൊക്കെ വരുന്ന സമയത്ത് ഈ പാരന്റിന് വളരെയധികം മൃഗീയമായിട്ട് തന്നെ കുട്ടികളെ നിയന്ത്രിക്കുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ട്. കാരണം ആ പാരന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു കുട്ടിയുടെ മദറിനോട് ചോദിക്കുന്ന സമയത്ത് അയാളെ പറഞ്ഞൊരു കാര്യമല്ല, അയാളെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ് വളർത്തിയത്. ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? കുട്ടിക്കാലത്തുള്ള നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വരുന്നത് കുട്ടിക്കാലം നമ്മൾ അനുഭവിച്ചിട്ടുള്ള പാരന്റിൽ നിന്നുള്ള ആ ഒരു രീതി തന്നെയായിരിക്കും. പക്ഷെ ഫൈനലി ഒരു അവയർനെസ്സിലേക്ക് റിഫ്ലക്ഷന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാനും ഒരു തിരിച്ചറിയാനും നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ഓക്കെ. അതെ സാർ. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉമ്മമാരൊക്കെ ചിലപ്പം ചില കാര്യങ്ങള് ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു അസംഷനിലായിരിക്കും നമ്മൾ ചിലപ്പം നമ്മുടെ പാർട്ട്ണറോടും പെരുമാറും. ഞാനൊരു ആണുങ്ങളെ സൈഡിൽ നിന്ന് കേട്ടോ പറയുന്നത്. പക്ഷെ പാർട്ട്ണർ ചിലപ്പോൾ നമ്മുടെ ഉമ്മക്ക് അത്രയും സഹനശക്തി ഉള്ള ആളായിരിക്കണം എന്നില്ല. അതെ, അപ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഓരോ വ്യക്തിയും ഓരോ രീതിയാണ്. എല്ലാ വ്യക്തികൾക്കും ചിന്തിക്കുന്നതും സഹിക്കുന്നതും നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റും അല്ലെങ്കിൽ മനസ്സിലാക്കലും ഒക്കെ വെവ്വേറെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മളും പെരുമാറണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ ശരികളാണ് നമ്മൾ ചെയ്യുന്നത് എന്നിങ്ങനെ വിചാരിച്ചും കണ്ട് നിന്ന് കഴിഞ്ഞാല് ജീവിതം മുന്നോട്ട് പോവില്ല. അതെ. അതിലൊരു ജീവിതമൊക്കെ മുന്നോട്ട് പോകും, പക്ഷെ അതിലൊരു ഹാപ്പിനെസ്, സമാധാനം, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. ഒരു സമാധാനം ഇല്ലാന്ന് ചില അതെ അതെ, ആളുകൾ പറയും. സമാധാനം ഒരു ഉണ്ടാവില്ല. ജീവിതത്തിന് ഒരു സുഖവും ഇല്ല, ഒരു സമാധാനം നോക്കുന്ന സമയത്ത്, അവരെ കുടുംബം ഒന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ അപ്പൊ അവർ പറയാണ്, ഞങ്ങൾക്ക് എത്ര എന്തിട്ടാലും കുടുംബ സമാധാനം ഇല്ല എന്നുള്ളത് ചില ആളുകൾ എപ്പോഴും പറയും. ഈ സമാധാനക്കേട് നാട്ടുകാർ കൊണ്ട് തരേണ്ടതാണോ, അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് കൊണ്ട് വാങ്ങേണ്ടതാണോ?
സ്വയമായിട്ട് കണ്ട് എവിടെയാണ് സമാധാനക്കേട്, എവിടെയാണ് ഒരു അറ്റൻഷൻ കിട്ടാതെ പോകുന്നത്, എവിടെയാണ് അവിടെ ഈ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കമ്മ്യൂണിക്കേഷന്റെ വളരെയധികം കുറവുള്ളത് കൊണ്ടാണ്. ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് ചിലപ്പോൾ കിടപ്പ് മുറിയിൽ മാത്രമായിരിക്കും ഒരു 5 മിനിറ്റോ. ഈ പകൽ സമയത്തൊക്കെ അവർ ഫ്രീ ആയി കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് കസാരയിൽ നിന്ന് മൊബൈൽ നോക്കുക. അല്ലെങ്കിൽ ഇയാൾക്കൊരു ആഴ്ചയിൽ ഞായറാഴ്ച ഒരു ഓഫീസ് ദിവസം ഉണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾ ചവളും കിടന്നുറങ്ങും. അതിനുശേഷം എന്തെങ്കിലും അങ്ങാടിക്കൊക്കെ പോകും. എന്നാലും ഒരു കുടുംബത്തിൽ ആ കുട്ടികൾ ഒഴിവ് സമയം നമ്മളെല്ലാവരും ഫാമിലി ഒരു 5 നിമിഷം ആരെങ്കിലും ഇരിക്കുന്ന എത്ര ഫാമിലീസ് ഉണ്ട്, ഇല്ല എന്നല്ല, ഏകദേശം കുറേ ആളുകളുണ്ട്. എങ്കിൽ പോലും പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് സെൽഫ് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഇപ്പോൾ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവരും അങ്ങനെ തന്നെയാണ്. സ്വന്തം എൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക എന്നുള്ളത്. പിന്നെ പെൺകുട്ടിക്ക് വേറൊരു പോസിറ്റീവായിട്ട് കൂടുതൽ കാര്യമുണ്ട്. ഒരു 35 ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡീപ്പ് ലവ് ആഗ്രഹിക്കുന്ന സമയമാണ്. ഈ ഒരു ഭർത്താവിന്റെ കെയർ കൂടുതൽ വേണം. അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രണയം ആരംഭിക്കുന്നത് എന്ന്. പുരുഷനാകുമ്പോൾ യഥാർത്ഥ പ്രണയം 42, 43-ലാണ് ഒരു പുരുഷന് യഥാർത്ഥത്തിൽ ഒരു പ്രണയം. എന്തുകൊണ്ട് ആ സമയത്ത് ആ ഹോർമോണിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത്? അയാൾക്ക് ജീവിതത്തിലുള്ള ഒരു ജോലിയായി, കുട്ടികളായി, ഇപ്പൊ സാമ്പത്തിക ഭദ്രതയുണ്ട് എങ്കിൽ പോലും, ടെൻഷൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അയാൾ ഉള്ളിൽ ഇന്റേണൽ ആയിട്ടുള്ള സ്വന്തം പാർട്ണറോട് സ്നേഹം അനുഭവിക്കുന്ന ഒരു സമയമാണ്. അത് പതിയെ പതിയെ ഒരു പ്രണയമായിട്ടോ മറ്റു രീതി ഇങ്ങനെ വളർന്നുകൊണ്ട് ചില ആളുകൾ കാണില്ലേ, മുമ്പില്ലാത്ത ഒരു സ്നേഹം ഇപ്പൊ എന്താ പെട്ടെന്ന് രണ്ടുപേരും കാണിക്കൽ തുടങ്ങിയിട്ടുള്ളത്. അവര് സ്വയം തിരിച്ചറിഞ്ഞു ഇതാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. പക്ഷെ അതിന് കുറച്ച് സമയം എടുത്തു എന്നുള്ളത്. എന്നിട്ട് പോലും ഈ ഒരു പാറ്റേൺ പോലും ഒക്കെ ഉള്ളിൽ ഉണ്ടായിട്ട് പോലും തിരിച്ചറിയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരാണ് പറയണത് എന്താണ്, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ല എന്നുള്ളത്. അപ്പോ ഈ ഒരു പാറ്റേണിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ യഥാർത്ഥത്തിൽ നമുക്കൊരു തിരിച്ചറിവാണല്ലോ എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നത്. പ്രശ്നങ്ങളെ മാത്രം നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതല്ല, അതിൻ്റെ കൂടെ തന്നെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും എന്തുകൊണ്ടാണ് പ്രോബ്ലം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ള ആ ഒരു ലൈഫ് സ്കില്ല് കൂടി നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. സർ ഞാനിപ്പോ സർ പറയുമ്പോ, അബ്ദുൽ സാറും പറയുമ്പോ എനിക്ക് ഫീൽ ആയി. ഇപ്പൊ 2 കുട്ടികളുണ്ട്, കല്യാണം ഒരാൾ കല്യാണം ജസ്റ്റ് കഴിഞ്ഞത്, ഒരാളുടെ കല്യാണം ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടാളും ഞങ്ങളെ കണ്ടിട്ട് വളർന്നിട്ടുണ്ടല്ലോ. ഇതവര് എങ്ങനെയാണ് ഇനി മുന്നോട്ട്, ഫോർ എക്സാമ്പിൾ എന്റെ മോൻ എന്നെ കണ്ടിട്ട് അപ്പോ അവനൊരു കെയറിങ്, ഒരുപാട് എന്റെ അടുത്ത് കെയറിങ്, എല്ലാം അമ്മ ചെയ്യണ്ട, അമ്മ ഞാൻ ഞാൻ എന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഒരു ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ, പിന്നെ എനിക്ക് സർ പറയണ മാതിരി വരുന്ന പെൺകുട്ടി ഇത് വന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യോ അല്ല ഇതും മനസ്സിലാക്കോ എന്നുള്ളത് ഇപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ശരിക്കും ഓരോ സ്റ്റേജ് ഓഫ് ലൈഫിലെ പേരൻസിന് പറയണത് വെരി വെരി സേ തോട്ട്ഫുൾ പ്രോസസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ദീസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ യെസ് മാം, പറയൂ. ഈ ഒരു ക്യാരക്ടർ റീപ്ലേസ് ചെയ്യുന്നത് എൻ പി ഡിക്കാരാണെന്നുണ്ടെങ്കിലേ അത് എത്രത്തോളം നമുക്കത് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത്, നമുക്ക് സാധാരണ അവർ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു പഴയ ഇതിലേക്ക് പോകുന്നു പറയില്ലേ. ഇവിടെ ഒരു കേസില് ഈ വിക്ടിം മാക്സിമം അവരായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിന്ന് ഇനി എന്തെന്നെ ആയാലും ഇവരായിട്ട് ഒത്തുപോകൂല എന്നുള്ളൊരു തീരുമാനം എടുത്തു എന്ന് ആൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. അപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇപ്പോ നല്ല കമ്മ്യൂണിക്കേഷനും നല്ല സ്നേഹവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇടക്ക് ദേഷ്യം വരുമല്ലോ അവർക്ക്, ആ ഒരു ക്യാരക്ടർ എന്തെങ്കിലും വിട്ടുപോകില്ല. അപ്പൊ ഇത് ചെയ്യണ സമയത്തും അവര് ആ സമയത്ത് സ്പോട്ടിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ആളത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അത് അപ്പൊ എത്രത്തോളം ഇനി അത് നീണ്ടു നിൽക്കാൻ സാധ്യത ഉണ്ടാവും? അവർക്കത് അവർക്കത് മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ മാറുമെന്ന് നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, അത് മാറുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ട് മാറുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു 20-10% എന്തായാലും അതിന്റെ സിംറ്റംസുകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ വിക്ടിമിനോട് നമ്മൾ പറഞ്ഞെടുക്കുക 2 കാര്യങ്ങളാണ്. ഒന്ന് റെസ്പോണ്ടിങ്, രണ്ടാമത്തത് ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പഴയതുപോലെ ഒരിക്കലും ഇമോഷണൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകാൻ പാടില്ല.
ആ അതെ പഴയ ഇയാൾക്ക് പൂർണ്ണമായിട്ടും അയാളോട് സ്നേഹം ഉണ്ടാവും. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് അയാൾ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് തന്നെ ഒരു ജമ്പിങ് ഉണ്ടാവുന്നത്. ആ ജമ്പിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അതായത് അയാളെ കൂടെ ജീവിച്ചോട്ടെ, ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസി ചിലപ്പോൾ അയാൾ തന്നെ ആയിരിക്കാം. പക്ഷേങ്കിൽ ഇവിടെ കാണുന്നത് ബൗണ്ടറി എന്ന് പറയുന്നത് എല്ലാത്തിനും എന്ത് പറഞ്ഞാലും സ്പോട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് സമയം എടുക്കുക, സ്ലോ ആക്കുക. എന്തിനും അയാൾ പറയുന്നതിന് സ്പോട്ട് തന്നെ റെസ്പോൺസ് ചെയ്യുക. അയാൾ എന്താണ് തന്നോട് പറയുന്നത് അതിന് സ്പോട്ട് റെസ്പോൺസ് ചെയ്യുക, പ്രതികരിച്ച് തുടങ്ങുക എന്നുള്ള ഈ രണ്ട് കാര്യം ആ ക്ലയൻറ്റിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവിടെ NPD എന്ന് പറയുന്നത് നമുക്ക് ചികിത്സപ്പോൾ അയാൾ കൗൺസിലിങ്ങിനോ ട്രീറ്റ്മെൻറ്റിനോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റെസ്പോണ്ടിങ്ങും ബൗണ്ടറിങ്ങും യഥാർത്ഥത്തിൽ ആ NPD ക്ലയൻറ്റ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 99% അയാൾ അവിടെ സൈലൻ്റ് ആയി തുടങ്ങും. അവിടെ ചിന്തയിൽ വരുന്ന എന്താണ്, എൻ്റെ ഈ ഒരു പ്രയോറിറ്റി സുപ്പീരിയർ പവർ ഇവിടെ ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ മുമ്പിലുള്ള ആളുകൾ എന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു അറിവ്, തിരിച്ചറിവ്, ഈ ഒരു അവയർനെസ് അയാൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ആ ഒരു വിക്ടിംസിലൂടെ നമുക്ക് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ NPD അല്ലേ നമുക്ക് എന്തും മാറ്റിയെടുക്കാം. പിന്നെ പതിയെ പതിയെ അയാൾക്ക് അയാളെ ഇല്ലസിനെ കുറിച്ച് സ്വയം തിരിച്ചറിവുണ്ടാകും. എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ. ഇതാണ് ഒരു NPD ട്രീറ്റ്മെൻറ്റ്. നമ്മൾ തുടക്കത്തിൽ വിക്ടിംസിലൂടെയാണ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബൗണ്ടറി കീപ്പിങ്ങും അതേപോലെ ഈ ഒരു റെസ്പോൺസിങ് നമ്മൾ ആ ക്ലയൻറ്റിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആൾക്ക് ഈ പറഞ്ഞ ഇമോഷണൽ പ്രശ്നങ്ങൾ കുറെ കുറയും. അതായത് ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ ആ നമ്മള് കുറച്ച് കാലങ്ങളായിട്ടുണ്ട് ഇതിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഉം, വിക്ടിം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. പക്ഷെ ആള് ഓക്കെ ആയി. ഇനിയിപ്പോ ഇയാളില്ലെങ്കിലും ജീവിക്കാം എന്നുള്ള എന്ത് തന്നെ വന്നാലും അത് ഫേസ് ചെയ്ത്, അതുപോലെ ഇങ്ങനെ ചെയ്ത സമയം റെസ്പോണ്ട് ചെയ്ത സമയത്ത് മാസങ്ങളോളം കോളോ മെസ്സേജോ ഇവരുടെ കാര്യങ്ങളൊന്നും നോക്കി ഒന്നും ചെയ്യാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ അപ്പൊ അവിടെ ഒരു നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുത്തപ്പോ ഇവരങ്ങോട്ട് വിളിക്കുക, മെസ്സേജ് ഇടുക ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോ ഉം, ആ സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നെങ്കിലും പിന്നീട് ഇത് ആൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടൂല എന്ന് മനസ്സിലായപ്പോഴാണ് ആളിതൊക്കെ തിരിച്ചു വന്നത്. ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് സോറി പറയാ, അതുപോലെ തന്നെ ആള് ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഉം, അതൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളുടെ നല്ലത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാല് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ബൗണ്ടറിയും ആ റെസ്പോൺസും തീരെ നിർത്താനും പാടില്ല. അതുപോലെ ഇത് ഫുള്ളായിട്ട് നമ്മൾ 50-50, ആള് നന്നായിട്ട് നിന്ന് കഴിഞ്ഞാല് നമ്മളും നന്നായിട്ടായിരിക്കും എന്നുള്ളത് അവിടെ കാണിച്ചു കൊടുത്തിട്ട്, പക്ഷെ അതിന്റെ ഇടയിൽ ആള് മാറിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റണം എന്നുള്ള രീതിയിലേക്ക് കുറച്ച് കാലങ്ങളായിട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ ഇപ്പൊ നിലവില് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉം. അപ്പോ ഈ ഒരു ക്ലയന്റിനോട് വിക്ടിംസിനോട് പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇയാൾ ഇങ്ങനെ സ്വഭാവം മാറി വന്ന് വിശ്വസിച്ച ഒരാളാണ്. അത് പൂർണ്ണമായിട്ട് അത് അയാളോട് പറയുകയും വേണം. നിങ്ങൾ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല, നിങ്ങളുടെ സ്വഭാവം ഏത് നിമിഷമാണ് മാറുക എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എൻ്റെ ഭാഗത്ത് ഇനിയുമുള്ള അങ്ങോട്ട് റെസ്പോൺസും കാര്യങ്ങളും എൻ്റെ രീതിയിലുള്ള നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ കരുതൽ അത്രേ ഉണ്ടാവും. അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അയാൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. തനിക്ക് ഈ ഒരു സ്വഭാവം പിന്നെ ലൈഫിലേക്ക് ഈ പെൺകുട്ടി എൻ്റെ ഒരു വൈഫിന് കൊടുക്കാൻ പാടില്ല, കുടുംബത്തിന് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു അവയർനെസ്സും കൂടി നമ്മൾ ആ ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഓർമ്മപ്പെടുത്തണം, ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. ഒരു സംസാരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത്, കാരണം നിങ്ങളിത് യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കുക. ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ തന്നെ അവർ തമ്മിലുണ്ടാകുന്ന ഒരുപാട് ഫ്യൂച്ചറിലെ പ്രശ്നങ്ങൾ എന്താണ് തടയാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവും. അതെ, പിന്നെ ഈ ഇപ്പൊ ആള് MP അത് തന്നെയാണ്. ഇങ്ങനെ വന്നപ്പോ തന്നെ പറയാൻ ഉം, പറഞ്ഞു. അതായത് ഉം, ഇങ്ങനെ വന്നാലും ഇങ്ങനെയാണ് ഉണ്ടാവാന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് ഇയാള് വന്നപ്പോ തന്നെ അങ്ങോട്ട് പോവാനും നിന്നിട്ടില്ല. അപ്പൊ ഇയാൾ അതെ. ചോദിക്കുന്നു എന്ന് പറഞ്ഞു, വിശ്വാസം ഇല്ലാലേ എന്നൊക്കെ. അപ്പൊ പറഞ്ഞു, ശരിയാണ്, വിശ്വാസം കുറവ്. കാരണം ഇത്രയും 17-18 കൊല്ലങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷനാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വരുമ്പോ അത് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം എന്നുള്ള രീതിക്ക് തന്നെ ആള് സംസാരിച്ചു. അതെ, അതെ. ആ ഒരു ഒരു ബൗണ്ടറി എന്തായാലും കീപ്പ് ചെയ്ത് കുറച്ച് കാലം അങ്ങോട്ട് പോയാൽ മതി. പിന്നെ അയാളുടെ മാറ്റങ്ങൾ എന്താണ്, പതിയെ പതിയെ അയാൾ മാറ്റം കുറഞ്ഞ കാലം ഈ ഒരു സംഭവ വിഷയം അയാൾ സൈലന്റ് ആവും എന്നുള്ളതാണ്. ഒന്നിനും പ്രതികരിക്കാണ് കുറഞ്ഞ കാലം. ഈ ഒരു സമയം നമുക്കിടെ കയ്യിൽ മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിശ്വസിച്ച് തുടങ്ങാം ഇയാൾക്ക് ആ ഒരു സിംറ്റംസുകൾ
പൂർണ്ണമായിട്ടും വരില്ല എന്നല്ല, പക്ഷെ കുറെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അയാൾക്ക് ആ തിരിച്ചറിവ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് ഇയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംശയം, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല, നീ എന്താ വിശ്വസിക്കും, ഇതൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ 100% ഷുവറാണ് അത് തിരിച്ചു വരും എന്നുള്ളത്. അവിടെ വീണ്ടും ഒരു ഗ്യാസ് ലൈറ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലേക്ക് ഈ ഒരു ക്ലയന്റിന് വരാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടുള്ള അവയർനെസ് നമ്മൾ കൊടുക്കണം. ഫുൾ റെസ്പോണ്ടിങ് ഉണ്ടാവണം അല്ലേ? അതെ, യെസ്, അതെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഹലോ യെസ്, പറയൂ. സർ, ഒരു ചെറിയ കാര്യം പറയാമോ? പറഞ്ഞോളൂ, നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇരിക്കാം. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇതിന്റെ ഒരു കോൺവെർസേഷൻ ഇവിടെ വന്നത് കൊണ്ടാണ്. ആ എന്റെ അമ്മ NBD വിക്ടിമാണ്, പ്ലസ് NBD ആ ആണ്. എന്റെ അച്ഛൻ ആ NBD ആണ്. ആ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ് ഞാന്. ആ ഇവരുടെ ഈ പെരുമാറ്റം എന്താണെന്ന് ഒരു 16 വയസ്സ് തൊട്ട് ഞാൻ ഒരു ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഈ ഒരു ഫാമിലി ആ ഇത് കാണുമ്പോ. കാരണം ഞാൻ സ്കൂളിൽ വലിയ ഹീറോയിനാണ്, ഹീറോയിൻ എന്നല്ല ആ ഹീറോയിനാണ്. ഈ സംഭവം ആ കോളേജിൽ ചെല്ലുമ്പോ അവിടെയും ടീച്ചേഴ്സിന് ഭയങ്കര തെറ്റാണ്. എല്ലാരും എന്നെ കാണുന്ന ഒരു ഗോൾഡൻ ചൈൽഡ് ആയിട്ടാ. പക്ഷെ ആ വീട്ടിൽ വരുമ്പോ ഞാൻ കാണുന്ന നേരെ തിരിഞ്ഞൊരവസ്ഥയാണ്. അപ്പൊ ആ ഞാൻ ഒരു തുടങ്ങി, കൂടുതൽ പഠിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവര് സമൂഹത്തിലൊന്നും വീട്ടിൽ വേറൊരു പാറ്റേൺ കൊടുക്കും. അപ്പൊ എന്താ ഇവര് ശരിക്കും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും സൈക്കോളജി അപ്പം മുതലേ പഠിച്ചു തുടങ്ങി. ചെറിയ ചെറിയ ബുക്കുകൾ റീഡ് ഉം, ചെയ്തു. അതിനുശേഷമാണ് ഞാൻ എന്താ പറയാ ഡിഗ്രി ലെവൽ കയറുമ്പോഴാണ് ഒഫീഷ്യലായി പഠിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഞാൻ ചെറിയ തുടങ്ങി. എനിക്ക് മനസ്സിലായ ഒരു 2 പോയിന്റ് ഞാൻ സാറിന്റെ അടുത്ത് പറയാം. ഒന്ന്, ഇവര് കാണിക്കുന്ന സ്നേഹം അത് ഷോ ആയിരിക്കും. ആ ഉം, ഷോയിൽ മറ്റ് രണ്ടാമത്തെ ഒരു ക്യാമ്പയിനാണ് ഈ സ്മിയർ ക്യാമ്പയിനകത്ത്. ഇവർക്ക് ധാരാളം ഫ്ലൈങ് മെങ്കീസിനെ കിട്ടും. അപ്പൊ ഇവര് പറയുന്നത് എന്തോ അത് മാത്രമേ സത്യമുള്ളൂ. ഇപ്പൊ കുട്ടി പറയുന്ന അല്ല സത്യം, ഞങ്ങള് പറയുന്നതാണ് സത്യം എന്ന രീതിക്ക് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ വിക്ടിം എന്ന് പറയുന്ന ആള് എത്രമേൽ നമ്മളോട് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞാലും ഇവർക്ക് അതിൽ നിന്ന് ഒരു 2% വിക്ടിമേ കാണത്തുള്ളൂ. അവർ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഇവരെന്നെ മനസ്സിലാക്കും, എപ്പോഴെങ്കിലും ഇവര് നന്നാകും എന്ന് കരുതി കുരുതി കൊടുക്കുന്ന ഒരാളാണ്. കാരണം എന്റെ അമ്മ മരണം വരെ എന്റെ അച്ഛനെ വിട്ടുപോയില്ല. അവര് മരിക്കുന്നത് വരെ എന്റെ അച്ഛന്റെ കൂടെ തന്നെ ഇതെല്ലാം സഫർ ചെയ്ത് അദ്ദേഹം ടോർച്ചർ ചെയ്യും, നല്ല ഭംഗിയായിട്ട് ടോർച്ചർ ചെയ്യുമായിരുന്നു. അബ്യൂസീവായിട്ട്, വേർബലായിട്ടും പറയും, അല്ല എന്തൊക്കെ ചെയ്താലും എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ, ഞാനിത് കൊടുത്താലെന്ന് പറഞ്ഞ ആൾ അനുഭവിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ഈ NBD എന്ന് പറഞ്ഞ ആളെ ഇരുത്തണം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഒന്ന്, ലിവ് ലൈക്ക് എ ഫിഷ് ഇൻ വാട്ടർ. അവിടെ എന്ത് സംഭവിച്ചാലും അത് എന്നെ ബാധിക്കത്തില്ല. ഞാൻ ഒരു ഫിഷാണ് വെള്ളത്തിൽ കിടക്കുന്നത്, ഞാൻ ഇങ്ങനെ തെന്നി എന്റെ കാര്യത്തിന് പോകും എന്ന് മനസ്സിലാക്കുന്ന ഇവരെക്കാൾ കിട്ടിയാലും ഇവര് നമ്മളെ ഉം, ഭയക്കും. അല്ല, സമൂഹത്തിൽ നമുക്ക് മറ്റുള്ള ഇതിനകത്ത് ഡോമിനൻസ് കിട്ടിയാലും ഇവർക്ക് നമ്മളെ തൊടാൻ ഒരു ചെറിയ പേടി ഉണ്ടാവും. ഈ 2 പാറ്റേൺ അതെ, ഉപയോഗിച്ചിട്ടാണ് ഞാൻ ലൈഫിൽ രക്ഷപ്പെട്ടത്. കാരണം എനിക്കിത് മനസ്സിലായി തുടങ്ങി കറക്റ്റ് 17ാമത്തെ വയസ്സിൽ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ മുതൽ ഞാൻ എന്റെ പാറ്റേൺ ഒന്നും മാറ്റാണ്ട്, ഞാൻ ഇക്കണോമിക്കലി ഒന്നും എനിക്ക് കിട്ടില്ല എന്ന രീതിക്ക് എന്നെ ബ്ലോക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഇക്കണോമിക്സ് സോഴ്സ് ഉണ്ടാക്കി എടുത്തു. അവിടെ തുടങ്ങി NBDയുടെ പരാജയം. പിന്നെ ഞാൻ കാണാൻ തുടങ്ങി. കാരണം സംഭവം എന്താന്ന് വെച്ച് അതെ, കഴിഞ്ഞാൽ നമ്മൾ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇവരെ ശരിക്കും തകർക്കേണ്ടത് മാനസികമായിട്ടാണ്. ഇവര് മാനസികമായിട്ട് ഇവരുടെ ധൈര്യം തകർക്കുക, ഇവരെന്നെ പറ്റില്ല. ഇവരെ കൂടെ നമുക്ക് പേടിക്കാണ്ട് കൊണ്ടുനടക്കാം. എപ്പോഴും കൊണ്ടുനടക്കുന്നുണ്ട്. ഇപ്പോഴും ആൾ NBD അതെ, ആണ്, നമ്പർ NBD ആണ്. ഞങ്ങള് 2 പേർ 2 വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ ആളെ ഞാൻ എന്റെ കൺട്രോൾ കൊണ്ടുവന്നു. എന്റെ അമ്മയുടെ മരണശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ആളെ ഒതുക്കും എന്ന് ചോദിക്കുക. കാരണം ഒട്ടും നമ്മളെ വളരാൻ അനുവദിക്കില്ല. സാറ് ഒരു സൈക്കോളജിയുടെ കോഴ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ കൂടിയും സാറാണ് അവരുടെ കുട്ടിയെങ്കിൽ ഒട്ടും ബഹുമാനം, സമൂഹത്തിൽ നിന്ന് ബഹുമാനം കിട്ടും, പക്ഷെ ഫാമിലിയിൽ നിന്ന് ഒട്ടും ബഹുമാനം തരില്ല. ഓക്കെ.
ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ ബുക്ക് റീഡ് ചെയ്യാനുള്ള കഴിവ്. എനിക്ക് സാറിനെ പോലെ നല്ല അധ്യാപകർ. അതുകൊണ്ട് ഞാൻ നമുക്ക് പറയുന്നു, സൗണ്ട് നിങ്ങളുടെ ബ്രേക്ക് കൂട്ടത്തിൽ ആവുന്നുണ്ട്. ആരെങ്കിലും NPD ഉണ്ടോ, അല്ലെങ്കിൽ NPD വിക്ടിം ഉണ്ടോ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അവരെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റും. പക്ഷെ അവരെ വഴക്കിയെടുക്കാന്നൊന്നുമില്ല. പേടിക്കുന്ന ഒരു വശത്ത് അവർ കളിക്കുക. അതെ അതെ, ഓക്കെ, അതൊരു താങ്ക് യു. ടാസ്ക് ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ പേടിച്ചിട്ട് ജീവിതത്തിൽ മാറിക്ക് വേണ്ടി മാറി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യുക, കറക്റ്റ് സമയത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും കാര്യങ്ങളും പറയുക. അതിനുള്ള കറക്റ്റ് ഒരു ഇയർലി ഇൻ്റർവെൻഷൻ നമുക്ക് സ്വയമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ അനുഭവിച്ചതിന് ശേഷം പൂർണ്ണമായി ജീവിതമൊക്കെ ഒന്ന് അങ്ങേ തലക്കിലെത്തിയിട്ട് ഇതിനൊക്കെ ഒന്ന് അതൊന്ന് മനസ്സിലാക്കുക, അവിടെ നിന്ന് ഡൈവേഴ്സിന് പോവുക, അവിടെ പ്രശ്നം. ഇത് തുടക്കം മനസ്സിലായി കഴിഞ്ഞാൽ ഇയാൾക്ക് ഇന്നൊരു ബിഹേവിയർ ആണെന്ന് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം, സ്വയമായിട്ട് എനിക്ക് എന്തൊക്കെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ പിന്നെ അയാൾക്ക് ചിലപ്പോൾ ഒരു അറിവ് വേണ്ടി വരും അതിനെക്കുറിച്ച്. എനിക്കൊരു സ്വഭാവം ഉണ്ട്, അയാൾക്ക് തന്നെ ഒരു പാർട്ട്ണർ വന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇന്നൊരു മോശമായിട്ടൊരു ബിഹേവിയർ, ഇന്ന സംസാരമൊക്കെ മോശമാണ് എന്ന് തിരിച്ച് സ്വന്തം പാർട്ട്ണർ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അയാൾക്കൊരു വിശ്വാസം ഉണ്ടാവും, അയാൾ സ്വയം മാറാൻ തീരുമാനിക്കും. അത് NPD ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് ബിഹേവിയർ ആണെങ്കിലും. ഓക്കെ ഓക്കെ, നമുക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം എല്ലാവർക്കും പിന്നെ തിരക്കുണ്ടാവും. അപ്പോൾ കൂടുതൽ നമുക്കൊരു മറ്റൊരു സെഷനിലേക്ക് വരാം. താങ്ക് യു ഒരിക്കൽ കൂടി. താങ്ക് യു സർ. Thank you so much. Thank you. Thank you, sir. Thank you. Have a Thank good you. day, everyone. Okay, Good thank day you. to all. Thank you.